إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, മുഹമ്മദ് വഹാബിന്റെ കാലഘട്ടത്തിൽ മക്കയിലുണ്ടായിരുന്ന ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനങ്ങളൊക്കെ അംഗീകരിച്ച് ഖുർആനും ഹദീസുമൊക്കെ അംഗീകരിക്കുന്നവരാണെന്ന് വാദിക്കുകയും ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള ആരാധനാ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുകയും എന്നാൽ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുകയും ഈത്തപ്പനയെ വരെ ആരാധിച്ചിരുന്ന ആളുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. അത്തരം ഒരു സമൂഹത്തിനെതിരിൽ ഇസ്ലാം പഠിപ്പിച്ച യഥാർത്ഥ തൗഹീദ് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക എന്ന ഒരു വലിയ ത്യാഗം നിർവഹിച്ച ആളാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അപ്പൊ സ്വാഭാവികമായും ഈ ആളുകളോട് നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കുന്നുവോ അതൊക്കെ ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്ന് ജനങ്ങളെ പഠിപ്പിച്ചപ്പോ അവരിൽ നിന്ന് നേരിടേണ്ടി വന്ന ചില സംശയങ്ങൾ, അത്തരം ആളുകൾ ഉന്നയിച്ച സംശയങ്ങൾ, നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ മുസ്ലിങ്ങളല്ല എന്ന് പറയുക, ഞങ്ങൾ ശിർക്കിന്റെ ആളുകളാണ് എന്ന് നിങ്ങൾ എങ്ങനെ പറയും, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, നബിയിൽ വിശ്വസിക്കുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, അപ്പൊ നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് ചോദിച്ച സംശയങ്ങൾ, ആ സംശയങ്ങൾക്ക് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള മറുപടിയാണ് ഈ പുസ്തകം. ചെറിയൊരു പുസ്തകമാണ്. അപ്പൊ ഇത് ലോകത്ത് പല സ്ഥാപനങ്ങളിലും, അതായത് സ്കൂള്, കോളേജ്, മദ്രസകൾ, പള്ളിയിലെ നടക്കുന്ന ദർസുകൾ, ഇതിലൊക്കെ പല രാജ്യങ്ങളിലും പഠിപ്പിക്കപ്പെടും. നമ്മുടെ നാട്ടിലും ഇത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അടുത്ത കാലങ്ങളിലായി. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കാലഘട്ടത്തിൽ ഈ പുസ്തകം എത്ര കണ്ട് പ്രസക്തമാണോ അതേപോലെ പ്രസക്തമാണ് ഇന്നും നമ്മുടെ നാട്ടിൽ. കാരണം മുഹമ്മദ് അബ്ദുൽ വഹാബ് തൗഹീദി പ്രബോധനവുമായി വന്നപ്പോ ഏതൊരു തരത്തിലുള്ള ആളുകളാണോ അറേബ്യയിൽ ഉണ്ടായിരുന്നത് അതേ തരത്തിൽ ശിർക്ക് ചെയ്യുകയും അതേ വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയ ആളുകളിൽ ഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന ചോദ്യങ്ങളും മറുപടികളും നമ്മുടെ നാട്ടിൽ ഇത്തരം ശിർക്ക് ചെയ്യുകയും അതോടൊപ്പം മുസ്ലിങ്ങളായി ആണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്കുണ്ടാകുന്ന സംശയവും അവരെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്ന ചില ആളുകൾക്കുള്ള സംശയങ്ങളും ഇതിനൊക്കെ ഈ പുസ്തകത്തിൽ മറുപടിയുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ ഇതിന് ശർഹ്, വിശദീകരണം എഴുതിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു വെച്ചത് ഏതാനും വരികൾ മാത്രമാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കുക, ദുആ അടങ്ങുന്നതാണ് ഇബാദത്ത്, അല്ലെങ്കിൽ ദുആ ആണ്, പ്രാർത്ഥനയാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ, അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. ആ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ലോകത്ത് എല്ലാ സമൂഹങ്ങളിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചത്. ഈ ഒരൊറ്റ ദൗത്യം നിർവഹിക്കാൻ, ഈ ഒരു സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ. അതായത് ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ, അള്ളാഹു എന്ന ഒരു സൃഷ്ടാവ്, ഈ ലോകത്തെ പടച്ചവൻ, പരിപാലിക്കുന്നവൻ ഉണ്ട് എന്ന് പഠിപ്പിക്കാൻ ഒരു നബിയെയും അള്ളാഹു അയച്ചിട്ടില്ല. കാരണം അത് ജനങ്ങൾക്കറിയാം. മറിച്ച് സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനും അള്ളാഹു തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം ദുആ അള്ളാഹുവിനും അള്ളാഹു അല്ലാത്തവർക്കും നൽകിയ ജനങ്ങളോട് ഇത് ശിർക്കാണ്, നിങ്ങൾ മുസ്ലിങ്ങളല്ല, മുസ്ലിങ്ങളാകണമെങ്കിൽ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണം എന്ന് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചത്. അതിൽ ആദ്യം വന്ന ആൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അതിനുള്ള കാരണം അവരിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ നൂഹ് നബിയുടെ മുമ്പ് രണ്ടഭിപ്രായങ്ങളുണ്ട്. നൂഹ് നബിയുടെ ജനതയിൽപ്പെട്ട എന്ന ഇബ്നു അബ്ബാസിന്റെ വിശദീകരണം ശരിയല്ലെന്നും, നൂഹ് നബിയുടെ ജനതയ്ക്ക് മുമ്പ് ജീവിച്ചു മരിച്ചുപോയ സ്വാലിഹീങ്ങളായ, നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ ഔലിയാക്കളായ നല്ല നല്ല മനുഷ്യന്മാരെ അവരുടെ മരണശേഷം അവരുടെ രൂപമുണ്ടാക്കുകയും പിന്നെ അവിടെ പോയി ഇരിക്കുകയും പിന്നെ അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ശിർക്കിലേക്ക് എത്തിച്ചേർന്ന മരിച്ചുപോയ മഹാന്മാരെ ആദരിക്കുക, ബഹുമാനിക്കുക എന്ന വിഷയത്തിലുണ്ടായ ഒലുവ്, അതിര് കവിയൽ, ഇതാണ് ശിർക്കിലേക്ക് എത്തിച്ചത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല
നൂഹ് നബിയെ നിയോഗിച്ചു. അവരാരാധിച്ച സൂറത്ത് നൂഹിൽ പറയുന്ന വത്ത്, സുവാഴി, യഹൂത്ത്, യഊത്ത്, നസ്ർ എന്ന് പറയുന്നവ എന്തെങ്കിലും കല്ലോ മരമോ പ്രതിഷ്ഠയോ ആയിരുന്നില്ല. മറിച്ച് അത് സാലിഹീങ്ങളായ ആളുകളുടെ പേരുകളാണ്. അപ്പൊ ഔലിയാക്കന്മാരെയാണ് അവർ ആരാധിച്ചത്. ആ ഔലിയാക്കന്മാരോട് ദുആ ചെയ്യുന്നത് ശിർക്കാണെന്ന് പഠിപ്പിക്കാനാണ് ആദ്യത്തെ റസൂലായ നൂഹ് നബിയെ അള്ളാഹു നിയോഗിച്ചത്. അതിനുശേഷം വന്നിട്ടുള്ള ഏതൊക്കെ പ്രവാചകന്മാരുണ്ടോ ആ പ്രവാചകന്മാരെല്ലാം ഇതേ കാര്യം, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക എന്ന് പറയുന്നത് ശിർക്കാണെന്നും അത് ഉള്ളവൻ തൗഹീദ് ഉള്ളവനല്ലെന്നും തൗഹീദില്ലാത്തവൻ മുസ്ലിം ആവുകയില്ല എന്നും പഠിപ്പിക്കാൻ. അക്കൂട്ടത്തിൽ അവസാനമായി വന്ന ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് എന്തു ചെയ്തു? ഏതൊരു ജനതയിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത് അത്രയുമാണ് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു വെച്ചത്. ആ ജനതയുടെ സ്വഭാവം എന്താണ് എന്നുള്ളത് വിശദീകരിച്ചിട്ടില്ല. വഹുവല്ലദീ കസ്സറ സുവറ ഹഉലാഇ സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ, സ്വാലിഹ് എന്ന് പറഞ്ഞാൽ നല്ലവൻ, നമ്മൾ അൽ അഅമാലു സ്വാലിഹാത്ത് എന്ന് പറയല്ലോ, ശരിയായ പ്രവർത്തനങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ, പറ്റിയ പ്രവർത്തനങ്ങൾ, യോജിച്ച പ്രവർത്തനങ്ങൾ, സ്വാലിഹ് എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിലൊക്കെ വരും. അപ്പൊ സ്വാലിഹീങ്ങളായ നല്ലവരായ ആളുകളുടെ രൂപങ്ങളെ തച്ചുടച്ചവനാകുന്നു അവസാനമായി അള്ളാഹു നിയോഗിച്ച മുഹമ്മദ് നബി. ഇതാണ് അദ്ദേഹത്തിന്റെ വാചകം. അപ്പൊ സ്വാലിഹീങ്ങളുടെ രൂപങ്ങളെ തച്ചുടച്ചു എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഹിജറ 8-ാം വർഷം മക്ക മുസ്ലിങ്ങൾക്ക് കീഴ്പ്പെട്ടു. മക്ക വിജയം അല്ലെങ്കിൽ ഫത്ഹ് മക്ക, നമ്മൾ മലയാളത്തിൽ തിരിച്ചിട്ട് മക്കം ഫത്ഹ് എന്നൊക്കെ പറയുന്ന അട്ടിയോടിക്കപ്പെട്ട നബിയും സഹാബത്തും തിരിച്ച് മക്കയിൽ എത്തുകയും മക്ക മുസ്ലിങ്ങൾക്ക് കീഴ്പ്പെടുകയും ചെയ്തു. ഈ ഫത്ഹ് മക്കയുടെ ദിവസത്തിൽ കഅബാലയത്തിൽ ഉണ്ടായിരുന്ന ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി അലൈഹിമുസ്സലാം അടക്കമുള്ള പ്രവാചകന്മാരുടേതടക്കമുള്ള, അതുപോലെ ലാത്ത ഉസ്സ മനാത്ത പോലുള്ള ആളുകളുടെ 360 വിഗ്രഹങ്ങൾ, പ്രതിഷ്ഠകൾ, നമ്മുടെ നാട്ടില് അമ്പലത്തിലൊക്കെ കാണുന്ന വിഗ്രഹങ്ങളെ പോലെ 360 പ്രവാചകന്മാരടക്കമുള്ള ആളുകളുടെ വിഗ്രഹങ്ങൾ കഅബാലയത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്കം ഫത്ഹിന്റെ ദിവസത്തിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് ജഅലയത്ത് യത്അനുഹ ബിൽ ഹിർബ വഹു യത്ലു ഖൗലഹു തആല ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ. സൂറത്തുൽ ഇസ്രായിലെ 81-ാമത്തെ ആയത്ത് ഓതിക്കൊണ്ട് ഈ വടികൊണ്ട് ഓരോന്നിനെയും കുത്തി വീഴ്ത്തിയെന്നും അങ്ങനെ അതിനെല്ലാം ഈ 360 വിഗ്രഹങ്ങളെയും നശിപ്പിച്ചു. ഇത് ഖുർആനിൽ നിന്നും പിന്നെ ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതാണ് ഇവിടെ സ്വാലിഹീങ്ങളുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചതിനെ തച്ചുടച്ചവനായ മുഹമ്മദ് നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലേക്ക് അയച്ചു. അർസലഹുല്ലാഹു ഇലാ ഉനാസിൻ യതഅബ്ബദൂന വയഹുജ്ജൂന വയതസദ്ദഖൂന വയദ്കുറൂനല്ലാഹ കതീറ. ഈ മത്ന് എന്ന് പറയും, അതായത് ഒറിജിനൽ ടെക്സ്റ്റ്, ഷർഹില്ലാത്ത, അതിനാണ് മത്ന് എന്ന് പറയാ. ഷർഹ് എന്ന് പറഞ്ഞാൽ വിശദീകരണമാണ്. ഞാൻ ഈ മത്ന് മാത്രമേ വായിക്കുള്ളൂ, വിശദീകരണം പറഞ്ഞു പോവാൻ. 2 പണ്ഡിതന്മാരുടെ ഷർഹിൽ നിന്ന് എടുത്ത കാര്യങ്ങളാണ് ഇതിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഷെയ്ഖ് ഉസൈമീന്റേതാണ്, മറ്റൊന്ന് വേറൊരു പുസ്തകം. മുഹമ്മദ് നബിയെ അള്ളാഹു നിയോഗിച്ചത് ആരിലേക്കാണ്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് നമുക്ക് മനസ്സിലാവും. അള്ളാഹുവിനെ അംഗീകരിക്കുന്ന, എന്നാൽ അള്ളാഹുവിനോടും അല്ലാത്തവരോടും ദുആ ചെയ്യുന്ന ജനങ്ങളിലേക്കാണ് എല്ലാ കാലഘട്ടത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ പറഞ്ഞതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാക്കാം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹു നിയോഗിച്ചത് ആരിലേക്കാണ്? അള്ളാഹു ഉണ്ടെന്ന് പറയുന്ന, അള്ളാഹുവിനെ ആരാധിക്കുന്ന, ഇബാദത്തെടുക്കുന്ന ജനങ്ങളിലേക്കാണ്. അതല്ലാതെ അള്ളാഹു എന്ന് പറയുന്ന ഒരു സൃഷ്ടാവ് ഈ ലോകത്തിനില്ല, ലോകം വെറുതെ ഉണ്ടായതാണ്, ഇതിനെ പടക്കുകയോ പരിപാലിക്കുകയോ ചെയ്യുന്ന ഒരു സൃഷ്ടാവ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ജനതയിലേക്കല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റ് പ്രവാചകന്മാരെ ഒക്കെ അയച്ചതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചത്. മറിച്ച് ഇതൊക്കെ അംഗീകരിക്കുന്നവരാണ്. അതാണ് ഇവിടെ ഷെയ്ഖ് പറയുന്നത്. അർസലഹുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയെ അയച്ചു ഇലാ ഉനാസിൻ, ചില ജനങ്ങളിലേക്ക്. ആരാണ് ആ ജനങ്ങൾ? യതഅബ്ബദൂന, അവർ ഇബാദത്തെടുക്കുന്നവരായിരുന്നു. ഇത് മുഹമ്മദ് നബി വന്നതിന് ശേഷമല്ല ഈ പറയുന്നത്. മുഹമ്മദ് നബി വരുന്നതിന്റെ മുമ്പും ഇബാദത്തെടുത്തിരുന്ന ചില ആളുകളിലേക്കാണ്, മനുഷ്യരിലേക്കാണ് മുഹമ്മദ് നബിയെ അള്ളാഹു നിയോഗിച്ചത്. അപ്പൊ ഇവര് ഇബാദത്തെടുക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു ഉണ്ട്, ഒരു നബി നേരത്തെ വന്നിട്ടുണ്ട്, ആ നബി എന്തൊക്കെയോ ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അത് നമ്മൾ പാലിക്കേണ്ടതാണ് എന്നൊക്കെ അറിവുള്ള, അത് പാലിക്കുകയും ചെയ്യുന്ന ആളുകളിലേക്കാണ് അള്ളാഹു
നബിയെ നിയോഗിച്ചത്. അതായത് മക്കയിലെ ഖുറൈശികൾ, നബിന്റെ നാട്ടിലെ അറബികൾക്ക് അള്ളാഹുവിനെ കുറിച്ച് പരിചയമുണ്ടായിരുന്നു. അവർ ഇബാദത്തെടുത്തിരുന്നു. വയഹുജ്ജൂന, ഹജ്ജ് നിർവഹിക്കുകയും ചെയ്യുന്ന ജനതയിലേക്കാണ് നബിയെ അള്ളാഹു നിയോഗിച്ചത്. വയതസദ്ദഖൂന, സദഖ നൽകുകയും ചെയ്യുന്ന, വയദ്കുറൂന അല്ലാഹ കതീറ, ചില പുസ്തകത്തിൽ കതീറൻ എന്നില്ല, വയദ്കുറൂന അല്ലാഹ എന്നേ ഉള്ളൂ, അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യുന്ന. അപ്പോൾ ഇബാദത്തുണ്ട്, ഇബാദത്തിന്റെ ഭാഗമാണ് ഹജ്ജ്, സദഖ, ദിക്ർ. ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന ആളുകളിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയെ നിയോഗിച്ചത്. ഇതൊക്കെ നിർവഹിച്ചിട്ടും അവരുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയോ അവരെ മുസ്ലിങ്ങളായി അള്ളാഹു പരിഗണിക്കുകയോ ചെയ്തുവോ? ഇല്ല. മുസ്ലിങ്ങളാണെങ്കിൽ പിന്നെ അവരിലേക്ക് രണ്ടാമതൊരു പ്രവാചകനെ, മുഹമ്മദ് നബിയെ അയക്കേണ്ട ആവശ്യമില്ല. ഈ ഇബാദത്തുകളൊക്കെ ഉണ്ടായിട്ടും അവരെ അള്ളാഹു മുസ്ലിങ്ങളായി പരിഗണിച്ചില്ല. കാരണം അവർ അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുകയും അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ഉപദ്രവങ്ങൾ കിട്ടുമെന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ അമലുകൾ ഈ ചെയ്യുന്ന ശിർക്ക് കൊണ്ട് ബാത്തിലായിപ്പോയി. അപ്പൊ അവരെ മുസ്ലിങ്ങളാക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ യഥാർത്ഥ ഇസ്ലാമിലേക്ക്, തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത്. ഈ ഷർഹില് ഇത്രയൊക്കെ പറഞ്ഞിട്ടുള്ളൂ, കൂടുതൽ കാര്യം വിശദീകരിച്ചിട്ടില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ കേൾക്കുകയും അതല്ലാത്തതുമായ കുറെ കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് കുറെ പരിശോധിച്ചപ്പോ കണ്ടെത്താൻ പറ്റി. ആ കാര്യങ്ങൾ ഞാനിവിടെ വിശദീകരിക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന മക്കയിലെ ആളുകളുടെ സ്ഥിതി എന്തായിരുന്നു? അവരെ പോലെയാണോ നമ്മുടെ നാട്ടിൽ ഇന്ന് ജീവിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയ ആളുകൾ? രണ്ടും തമ്മിൽ എത്ര സാമ്യമുണ്ട്, എത്ര അന്തരമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ഒന്ന്, മക്കയിലെ മുശ്രിക്കുകൾ. ഇനി മുശ്രിക്ക് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അലർജി ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒരു സമാധാനത്തിന് വേണ്ടി മക്കയിലെ അറബികൾ എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന കാലഘട്ടത്തിലെ മക്കയിലെ അറബികൾ അവർ വാദിച്ചിരുന്നത് എന്താണ്? ഞങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളാണെന്നാണ്. ഞങ്ങൾ ദൈവനിഷേധികളാണ്, നിരീശ്വരവാദികളാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു പറഞ്ഞെന്താ? ഞങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളാണ്. മുഹമ്മദ് നബിയൊക്കെ തന്നെ. പക്ഷെ മുഹമ്മദ് അജ്ജി പറയണതല്ല, ഞങ്ങൾ പറയണതാണ് ഇബ്രാഹിം നബിന്റെ ആദർശം എന്നാ. ഇബ്രാഹിം നബി എന്താ പഠിപ്പിച്ചത്? ഇസ്ലാം. അപ്പൊ ഞങ്ങൾ ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ഇസ്ലാമിന്റെ ആളുകളാണ് എന്നാണ് മക്കയിലെ അറബികൾ പറഞ്ഞിരുന്നത്. അത് വെറുതെ പറയുന്നതല്ല. വിശുദ്ധ ഖുർആനിൽ ഖുൽ സദഖല്ലാഹു ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നിടത്ത് ഒന്നിലധികം സ്ഥലങ്ങളിൽ വമാ കാന മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം നബി മുശ്രിക്കുകളിൽ, ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടവനായിരുന്നില്ല എന്ന്, ഹനീഫൻ, നേർക്കുനേരെ അള്ളാഹുവിലേക്ക് മാത്രം ചായുന്നവനായിരുന്നു, ശിർക്ക് ചെയ്യുന്നതിൽ പെട്ടവനായിരുന്നില്ല എന്ന് പറഞ്ഞത് കാണാം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി ശിർക്ക് ചെയ്യുന്നവരിൽ പെട്ടവനായിരുന്നില്ല എന്ന് ഖുർആൻ പറഞ്ഞത്? ഇത് പല പണ്ഡിതന്മാരും വിശദീകരിച്ചതായി കാണാം. അതിലൊന്ന് ഈ പറയുന്ന സംഗതിയാണ്. മക്കയിലെ അറബികൾ അവര് പറഞ്ഞു, ഞങ്ങൾ ഇബ്രാഹിം നബിന്റെ അനുയായികളാണ്. ഇബ്രാഹിം നബിന്റെ അനുയായികളാണ് എന്ന് പറയുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം? ശിർക്ക് ചെയ്യാൻ പാടില്ല, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഇബ്രാഹിം നബിന്റെ അനുയായികളാണ് എന്ന് പറയുകയും എന്നിട്ട് ശിർക്ക് ചെയ്യുകയും അള്ളാഹുവിൽ പങ്കുചേർക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മറുപടിയായിട്ടാണ് ഇബ്രാഹിം നബിയെ കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ അദ്ദേഹം ഹനീഫായിരുന്നു, എന്നാൽ മുശ്രിക്കുകളിൽപ്പെട്ടവനായിരുന്നില്ല എന്ന് പറഞ്ഞതിനാൽ. ഇത് മദീന ഹറമിലെ ഖുതുബ നടത്തിയ ഷെയ്ഖ് ഫൈസൽ ഇബ്നു ജമീൽ ഗസാവി എന്ന് പറയുന്ന ആളുടെ ഖുതുബയിലും ഇത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ആയത്തോതി ഇക്കാര്യം പറയുന്നത് അദ്ദേഹത്തിന്റെ വാചകം ഇതാണ്: സഅമത്തു കുഫാറു ഖുറൈശിൻ അന്നഹും അലാ ദീനിഹി വനസബത്ത് ഇലൈഹി ളലാലാതിഹിം കദ്ബൻ വസൂറൻ ഫറദ്ദല്ലാഹു തആല അലൈഹിം ബിഖൗലിഹി വമാ കാന മിനൽ മുശ്രിക്കീൻ. മക്കയിലെ അറബികൾ, ഇവിടെ കൊടുത്തത് അറബി എന്നല്ല, മക്കയിലെ കാഫിറുകൾ വാദിച്ചു അന്നഹും അലാ ദീനിഹി, അവർ ഇബ്രാഹിം നബിന്റെ മതത്തിലാണ് എന്ന്. എന്നിട്ട് അവർ ചെയ്തു കൂട്ടുന്ന എല്ലാ വഴികേടുകളും ഇബ്രാഹിം നബിയിലേക്ക് ചേർത്ത് പറയുകയും ചെയ്തു, വ്യാജമായി, കളവായിക്കൊണ്ട്. ആ വാദത്തിന് അള്ളാഹു നൽകിയ മറുപടിയാണ് വമാ കാന മിനൽ മുശ്രിക്കീൻ. നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളാണ് എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ ശിർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇബ്രാഹിം നബിന്റെ ആളുകളാണെന്ന് പറയുന്ന നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണ്. ഇബ്രാഹിം നബി ശിർക്ക് ചെയ്യുന്നവനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരല്ല? ഇബ്രാഹിം നബിന്റെ മില്ലത്തിന്റെ ആളുകളല്ല. അപ്പൊ അവരങ്ങനെ വാദിച്ചിട്ടുണ്ട്. ഇനി ഈ വിശദീകരണമല്ലാതെ ഹദീസിൽ തന്നെ ഇത് കാണാം. ഇമാം ബുഖാരി
റഹിമഹുല്ല സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള 3828 നമ്പർ ഹദീസ്. അൻ അസ്മാ ബിൻതി അബീ ബക്കർ റളിയല്ലാഹു അൻഹുമ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മ, അതായത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠ സഹോദരി, ഉമ്മ പറയാണ്. ഈ അസ്മ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, ഖാലത്ത് റഅയ്തു സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ, അതായത് അസ്മ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്ന് പറയുന്ന ആളെ ഞാൻ കണ്ടു. ഖായിമൻ മുസ്നിദൻ ലഹറഹു ഇലൽ കഅബ, തന്റെ മുതുക് പുറഭാഗം കഅബയിലേക്ക് ചാരി നിന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നതായി. എന്താണ് ഈ സയ്യിദ് ഇബ്നു അംർ പറയുന്നത്? യാ മആശിറ ഖുറൈശ്, ഖുറൈശികളുടെ സമൂഹമേ, വല്ലാഹി മാ മിൻകും അലാ ദീനി ഇബ്രാഹിം ഗൈരി. അപ്പൊ കഅബന്റെ അടുത്ത് കുറെ ഖുറൈശികളുണ്ട്. ആ കൂട്ടത്തിൽ ഖുറൈശികളിൽപ്പെട്ട സയ്യിദ് ഇബ്നു അംർ കഅബയിൽ ചാരി നിന്നുകൊണ്ട് പറയാണ്, നിങ്ങളെ കൂട്ടത്തിൽ ഞാനല്ലാതെ ഇബ്രാഹിം നബിയുടെ മതത്തിൽ വേറെ ആരുമില്ല. ഇതാരോടെ പറയുന്നത്? ഖുറൈശികളോട്. അപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ ഇബ്രാഹിം നബിന്റെ ആളായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, നിങ്ങളെ കൂട്ടത്തിൽ ആരുമില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഏറ്റവും ചുരുങ്ങിയത് ഈ സയ്യിദ് ഇബ്നു അംർ ഇബ്രാഹിം നബിന്റെ ആളാണ് എന്ന് പറഞ്ഞിരുന്നതാണല്ലോ. ഇത് നബി വരുന്ന സമയത്തല്ല, നബിന്റെ മുമ്പെയാണ്. അപ്പോ ഇബ്രാഹിം നബിന്റെ ആളുകളാണ് എന്ന് മക്കയിൽ ആളുകൾ വാദിച്ചിരുന്നു. പക്ഷെ നിങ്ങൾ യഥാർത്ഥ ഇബ്രാഹിമിന്റെ ആളല്ല, ഞാനാണ് യഥാർത്ഥ ഇബ്രാഹിമിന്റെ ആള് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അദ്ദേഹം പറയാൻ കാരണമുണ്ട്. എന്താ? ഈ ഹദീസ് തന്നെ പറയുന്നു, വക്കാന യുഹ്യി അൽ മൗഊദ, ജീവനോടെ പെൺമുട്ടികളെ കുഴിച്ചു മൂടിയിരുന്നു ഖുറൈശികളിലെ ചില ഗോത്രക്കാർ, എല്ലാവരും ഇല്ല. ഉമർ ഖത്താബ് അങ്ങനെ ചെയ്തു എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അത് ശരിയല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ പെൺകുട്ടികളെ കുഴിച്ചു മൂടുമ്പോ അത് കണ്ടാൽ ഇദ്ദേഹം പോയിട്ട് സയ്യിദ് ഇബ്നു അംർ പോയിട്ട് അതിനെ ജീവിപ്പിക്കും, എന്നാ മാന്തിയെടുക്കും. പിന്നെ ഒരുത്തൻ കൊല്ലാൻ കൊണ്ടുപോകുന്നത് കണ്ടാൽ സയ്യിദ് ഇബ്നു അംർ പറയും, എന്റെ മകളെ നീ കൊല്ലല്ലേ, എനിക്ക് തന്നേക്ക്, അതിന്റെ ചെലവ് ഞാൻ കൊടുത്തരാം, അല്ലെ ഞാൻ പോറ്റാം എന്ന് അദ്ദേഹം പറയുകയും അദ്ദേഹം കൊണ്ടുപോയി വളർത്തുകയും, വളർത്തി ചെറിയ കുട്ടികളേക്കല്ല, അതിനെ വളർത്തി വലുതായാൽ ഈ കുട്ടിന്റെ വാപ്പാരാണോ കൊല്ലാൻ കൊണ്ടുവന്ന വാപ്പയാരാണോ വാപ്പയോട് പറയും, നിനക്ക് വേണമെങ്കിൽ നിന്റെ കുട്ടിയെ നിനക്ക് ഞാൻ തരാം, ഇനി അതല്ല നിനക്ക് പോറ്റാൻ കഴിയില്ല എന്നാണെങ്കിലോ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ പോറ്റിക്കോ, ചെലവ് ഞാൻ തരാം, ഏത് മറ്റോന്റെ കുട്ടിന്റെ ചെലവ് ഞാൻ തരാം എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അപ്പൊ അതിനർത്ഥം എന്താ? ഇബ്രാഹിം നബിന്റെ ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ജീവനോടെ പെൺമക്കളെ കുഴിച്ചു മൂടുകയില്ല. നിങ്ങൾ ഇബ്രാഹിം നബിന്റെ ആളല്ല, ഞാനാണ് ഇബ്രാഹിം നബിന്റെ മതത്തിലുള്ളത്, കാരണം ഇപ്പണിയൊന്നും പറ്റിയതല്ല. അപ്പോ അവർക്ക് അങ്ങനെ വാദമുണ്ടായിരുന്നുവെന്നും, എന്നാൽ ഇബ്രാഹിം നബിന്റെ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല എന്ന് ഈ ഹദീസിൽ നിന്ന് അദ്ദേഹം പറഞ്ഞതായി മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നേരത്തെ പറഞ്ഞ ആയത്തിന് നൽകപ്പെട്ടിട്ടുള്ള തഫ്സീറും ഹദീസിൽ നിന്ന് നേർക്കുനേരെയും മനസ്സിലാക്കാവുന്ന കാര്യം എന്താണ്? മക്കയിലെ അറബികൾ ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ മതത്തിന്റെ ആളുകളാണ്, നമ്മളിപ്പം മുഹമ്മദ് നബിന്റെ ആളുകളാണ് എന്ന് പറയുന്നത് പോലെ അക്കാലഘട്ടത്തിലെ നബി വരുന്നതിന്റെ മുമ്പ് തന്നെ, നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് തന്നെയുള്ള ഖുറൈശികൾ ഇബ്രാഹിം നബിയുടെ അനുയായികളാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോ ഓൽക്ക് ഇബ്രാഹിം നബിനെ അറിയാം, അള്ളാഹുവിനെ അറിയാം. ഇനി അള്ളാഹുവിനെ സംബന്ധിച്ച് അപ്പത്തിൽ നിന്ന് ഓരോ മതം എന്താന്ന് മനസ്സിലായി. അപ്പൊ നമ്മുടെ നാട്ടിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയും നബിയുടെ സുന്നത്തിനെതിരായി ജീവിക്കുകയും ചെയ്യുന്ന ആളുകളും പറയുന്നത് എന്താണ്? ഞങ്ങൾ മുഹമ്മദ് നബിന്റെ ആളുകളാണ്. ഇതേപോലെ മക്കയിലുള്ള അറബികൾ വാദിച്ചതും ഞങ്ങൾ ഇബ്രാഹിം നബിന്റെ യഥാർത്ഥ ആളുകളാണ്, നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങളാണ് യഥാർത്ഥ സുന്നി എന്ന് പറയുന്നത് പോലെയാണ് മക്കയിലെ അറബി ഞങ്ങളാണ് യഥാർത്ഥ ഇബ്രാഹിം നബിന്റെ ദീനിലുള്ള ആളുകൾ. മുഹമ്മദിനോട് പറയാണ്, ഈ യഥാർത്ഥ ആളല്ല, ഈ പറഞ്ഞത് ശരിയല്ല, ഞങ്ങളതാണ് ശരി. ഇനി ഇവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നുവോ? ഇത് പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. അതുകൊണ്ട് 2-3 ആയത്തുകൾ മാത്രം പറയാം. സൂറത്ത് സുഹ്റുഫിലെ 87-ാമത്തെ ആയത്ത്, വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്നല്ലാഹു ഫഅന്നാ യൂഫകൂൻ. മക്കയിലെ അള്ളാഹു അല്ലാത്ത ആളുകളെ, ലാത്ത ഉസ്സ മനാത്തയോടൊക്കെ ദുആ ചെയ്യുന്ന, സഹായം തേടുന്ന, ഇസ്തിഗാസ നടത്തുന്ന അറബികളോട് ചോദിക്കാൻ വേണ്ടി അള്ള പറയാൻ, നീ, അതായത് മുഹമ്മദെ, നീ അവരോട് ചോദിച്ചാൽ, എന്ത് ചോദിച്ചാൽ? അവരെ ആരാണ് സൃഷ്ടിച്ചതെന്ന്. ഇവിടെ അവർ എന്നാരാ? മക്കയിലെ അറബികളോട് ചോദിക്കുക, മക്കയിലെ അറബികളെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ ഞങ്ങളെ സൃഷ്ടിച്ചത് ലാത്തയാണ്, ഉസ്സയാണ്, മനാത്തയാണ് എന്ന് മക്കയിലെ ഒരു അറബിയും പറയൂല. പിന്നെന്താ പറയാ? ലയഖൂലുന്നല്ലാഹ്, ഞങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് തീർച്ചയായും അവർ പറയും. അപ്പോൾ എന്താ? സൃഷ്ടിക്കുന്നത് ലാത്തയോ ഉസ്സയോ മനാത്തയോ ആണ് എന്ന് മക്കയിലെ ഒരു അറബിയും പറഞ്ഞിട്ടില്ല, അബൂജഹൽ പോലും പറഞ്ഞിട്ടില്ല. സൃഷ്ടിച്ചതാര? ഞങ്ങളൊക്കെ ഉണ്ടാക്കിയത് അള്ളാഹുവാണ്. എന്നിട്ട് അള്ളാഹ് ചോദിക്കാൻ, ഫഅന്നാ യൂഫകൂൻ, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തിരിക്കപ്പെടുന്നത്? എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് സൃഷ്ടിച്ചതെങ്കിൽ ആ അള്ളാഹുവിനാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്ന് പറയുകയും പക്ഷേ അള്ളാഹുവിന് ഇബാദത്ത് അള്ളാഹുവിന് മാത്രം നൽകാതെ മറ്റു പലർക്കും നൽകുന്നതിലേക്ക് നിങ്ങൾ തെറ്റിക്കപ്പെടുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? സൂറത്തുൽ ലുഖ്മാനിൽ ഇതേ കാര്യം
കാരണം നേരത്തെ പറഞ്ഞത് മനുഷ്യരെ സൃഷ്ടിച്ചതിനെ കുറിച്ചാണ്. ആകാശഭൂമികൾ സൃഷ്ടിച്ചതാരാണെന്ന് നീ അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു തന്നെയാകുന്നു സൃഷ്ടിച്ചത്. സൂറത്ത് സുമറിലെ 38-ാമത്തെ ആയത്ത് ഇതേ കാര്യം കാണാം. അപ്പൊ ഇതുപോലുള്ള ആയത്തുകളിൽ നിന്ന് സൃഷ്ടാവ് അള്ളാഹുവാണ്. സൃഷ്ടാവായി നമ്മളെ മലയാളത്തിൽ പറഞ്ഞാൽ പടച്ചവൻ, ഇവിടുത്തെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഉപയോഗിക്കുകയാണ് പടച്ചോൻ എന്നുള്ള വാക്ക്. സൃഷ്ടിച്ചവൻ അത് അള്ളാഹുവാണ്. ഈ ഞങ്ങൾ ആരാധിക്കുന്ന ആരും ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. ഇനി സൂറത്ത് യൂനുസിലെ 31-ാമത്തെ ആയത്തിൽ ആകാശത്ത് നിന്ന് ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകുന്നവനാരാണ്? വിഭവം എന്ന് പറഞ്ഞാൽ ഭക്ഷണം അടക്കമുള്ള എന്തൊക്കെ ഉണ്ടോ അതാണ് റിസ്ക് എന്നുണ്ട്. വെറും ചോറ് ഭക്ഷണം മാത്രമല്ല, എന്തൊക്കെ അള്ളാഹു നൽകുന്നുണ്ടോ അതൊക്കെ റിസ്ക്കാണ്. നിങ്ങളുടെ കേൾവിയെ, കാഴ്ചകളെ ഉടമപ്പെടുത്തിയവനാരാണ്? ജീവനില്ലാത്തവയിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും പുറപ്പെടുവിക്കുന്നവൻ, ഉൽപ്പാദിപ്പിക്കുന്നവൻ ആരാണ്? അതായത് ബീജത്തിൽ നിന്ന് മനുഷ്യന്മാരെ ഉണ്ടാക്കി, അതുപോലെ തന്നെ വിത്തുകളിൽ നിന്ന് ചെടികൾ മുളപ്പിക്കുന്നു, പിന്നെ മരിച്ചവരെ ജീവിപ്പിക്കുന്നു. വമൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? ഇതിനൊക്കെ അവരുടെ മറുപടി അള്ളാഹു തന്നെ എന്നവർ മറുപടി അറിയും. ഇവിടെയും അള്ളാഹ് ചോദിക്കുന്നുണ്ട്, എങ്കിൽ അള്ളാഹുവാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നവരോട് നബിയെ നീ ചോദിക്കുക, അഫലാ തത്തഖൂൻ, ആ അള്ളാഹുവിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് സൂക്ഷിക്കാത്തത്? അള്ളാഹിനെ സൂക്ഷിക്കാനാൽ അവനെ മാത്രം ആരാധിക്കാത്തത് എന്ത്? ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ മക്കയിലെ അറബികൾ നൽകിയ മറുപടിയാണ്. ഇവിടെ ഒരു കാര്യമുണ്ട്, എന്താണ്? വമൻ യുദബ്ബിറുൽ അംറ. നമ്മുടെ നാട്ടിലെ സമസ്തക്കാരനോട് ലോകം നിയന്ത്രിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ CM മടവൂരാണ് എന്നാണ് ഉത്തരം. ഞങ്ങളെ പടച്ചോൻ മടവൂരാണ് എന്ന് പാട്ട് വരണ്ടായി. ഈ മലപ്പുറം ജില്ലയിലുള്ളത് ഒരു ചങ്ങയ്യ പാട്ടുണ്ടാക്കി, ഞങ്ങളെ പടച്ചോൻ മടവൂരാണ്. കുറേണ്ട പാട്ട്. ആ പാട്ട് അത് ആ ഉദ്ദേശത്തിലല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ആ ഉദ്ദേശത്തിൽ തന്നെയാണ് പാടിയത് എന്നിട്ട് വീണ്ടും മറ്റേ ഒരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പാടിപ്പെട്ടവനാണ്. അപ്പോ മക്കയിലെ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള അബൂലഹബ്, തബ്ബത് അബി ലഹബ്, അബൂലഹബോ അബൂജഹലോ, ഇതാണല്ലോ കൊടിയ മുശ്രിക്കുന്ന നേതാക്കന്മാര്. ഇവരാരും ലോകം നിയന്ത്രിക്കുന്നത് ലാത്തയോ ഉസ്സയോ മനാത്തയോ ആണ് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ അതിന്റെ ഒക്കെ അപ്പുറത്ത് ഇന്ന് നമ്മുടെ നാട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഞങ്ങളാണ് ഒറിജിനൽ സുന്നി എന്ന് പറയുന്നവർ പറയുകയും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണ് എന്നാണ്. അപ്പൊ എന്തായി? ഈ ഒരു വിശ്വാസം, ഇത്ര കടുത്ത കുഫർ ആർക്കുണ്ടായിരുന്നില്ല? മക്കയിലെ അറബികൾക്കുണ്ടായിരുന്നില്ല. പിന്നെ സൂറത്ത് അൻകബൂത്തിലെ 61 മുതൽ 63 വരെയുള്ള ആയത്തുകളിൽ, ഞാൻ ആയത്തിന്റെ നമ്പറേ പറയുന്നുള്ളൂ, ആകാശഭൂമികളെ സൃഷ്ടിച്ചതാര്, സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തുന്നതാര് എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു തന്നെയാണ്. വിശാലമായി നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകിയവൻ ഉദ്ദേശിച്ചവർക്ക്, ചില ആളുകൾക്ക് അള്ളാഹു പരിമിതമായും കൊടുക്കും. ഇത് അള്ളാഹുവാണ്. ഇനി ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ച് മഴ മൂലം ഭൂമിയെ അത് ചത്തുപോയതിനു ശേഷം ജീവിപ്പിച്ചതാരാണ്? ഇതിപ്പോ കുറച്ചു ദിവസമായി മഴ പെയ്യുന്നു അല്ലെ? ഉണങ്ങി വരണ്ട് ഒരു ചെടിയില്ലാതെ കിടന്ന പറമ്പിൽ നോക്കിയാൽ ഒറ്റ മഴ പെയ്താൽ പിറ്റേന്ന് മുതൽ പച്ച കാർപ്പറ്റ് വിരിച്ചു പോലെ. ഇവിടെ ഇപ്പൊ ഈ വണ്ടി എടുത്തനവിടെ തന്നെ കാണാം. ഉണങ്ങിപ്പോയടുത്ത് നിലം കാണൂല, ഒരു തരി മണ്ണും കാണൂല, ലക്ഷക്കണക്കിന് ചെടികൾ കൊണ്ട് പച്ച കാർപ്പറ്റ് വിരിച്ചതുപോലെ മുളപ്പിച്ചു. ഇതാണ് ഖുർആനിൽ പറയുന്നത്. അങ്ങനെ ഭൂമിയെ നിർജീവമായതിനു ശേഷം ജീവിപ്പിച്ചവൻ ആരാണ്? ഇതൊക്കെ ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, മക്കയിലെ അറബികൾ പറയും അള്ളാഹു തന്നെയാകുന്നു എന്ന്. അപ്പൊ ഒരു കാര്യത്തിലും അള്ളാഹു അല്ലാത്ത മറ്റാരും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലോ നിയന്ത്രണത്തിലോ പരിപാലനത്തിലോ പങ്കാളികളാണ് എന്ന് മക്കയിലെ ഒരു അറബിയും വിശ്വസിച്ചിട്ടില്ല. കറകളഞ്ഞ റുബൂബിയത്തിന്റെ തൗഹീദ് മക്കയിലെ അറബികൾക്കുണ്ടായിരുന്നു. ഇന്നുള്ള ആളുകൾക്ക് റുബൂബിയത്തിലും ഇല്ല. ഇനി അള്ളാഹുവിന്റെ അസ്മാ സിഫാത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. തൗഹീദിന്റെ 3 ഇനങ്ങളുണ്ട്. ഒന്ന് തൗഹീദുൽ ഉലൂഹിയ്യ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹു മാത്രമാണ് സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ. അതുപോലെ അള്ളാഹുവിന്റെ പേരുകളും വിശേഷണങ്ങളും അള്ളാഹുവിന് മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് പരിപൂർണമാണ്. അങ്ങനെയുള്ള പേരുകളോ വിശേഷണങ്ങളോ അള്ളാഹു അല്ലാത്ത ആർക്കുമില്ല. ഇത് 3 കൂടി ചേരുമ്പോഴാണ് തൗഹീദാകുന്നത്. മക്കയിലെ ഈ അറബികൾക്ക് അള്ളാഹുവിന്റെ ചില സിഫത്തിൽ വിശ്വാസമുണ്ടായിരുന്നു, എല്ലാ സിഫത്തും അല്ല. റഹ്മാൻ എന്ന സിഫത്ത് അവർ അംഗീകരിച്ചിട്ടില്ല, അത് വേറെ വിഷയമാണ്. ഹുദൈബിയ സന്ധി ചെയ്തപ്പോ മായ്ക്കാൻ പറഞ്ഞല്ലോ. ബിസ്മില്ല എന്ന് എഴുതിക്കോ, അർറഹ്മാൻ റഹീം എഴുതണ്ട, അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഖുറൈശികളുടെ പ്രതിനിധി പറഞ്ഞു. സൂറത്ത് സുഹ്റുഫിലെ 9-ാമത്തെ ആയത്തിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ ലയഖൂലുന്ന, തീർച്ചയായും മക്കയിലെ അറബികൾ പറയുക തന്നെ ചെയ്യും, ഖലഖഹുന്ന, അവയെ സൃഷ്ടിച്ചത് അൽ അസീസുൽ അലീമു. മുകളിലൊക്കെ എന്താ പറഞ്ഞത്? അള്ളാഹുവാണ് സൃഷ്ടിച്ചത്.
അള്ളാഹുവിനുള്ള പേരുകളിൽ ഏറ്റവും കൂടുതൽ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ള പേര് ഏതാ? അള്ളാഹു എന്നതാണ്. ആ അള്ളാഹു എന്ന പേര് തന്നെയാണ് ആര് പറഞ്ഞത്? മക്കയിൽ അറബി പറഞ്ഞത്. ഇതൊക്കെ ഉണ്ടാക്കിയത് അള്ളാഹുവാണ്, വേറെ പേര് പറഞ്ഞിട്ടില്ല. ഇനി ഇവിടെ അള്ളാഹു എന്ന് പറയുന്നതിന് പകരം അള്ളാഹുവിന്റെ രണ്ട് ഇസ്മുകൾ, ഇസ്മിലൊക്കെ വിശേഷണം ഉണ്ടാവും. എന്താ? അൽ അസീസ്, പ്രതാപവാനാകുന്നു ഇത് സൃഷ്ടിച്ചത്. അൽ അലീം, അറിയുന്നവനാകുന്നു സൃഷ്ടിച്ചത്. അപ്പൊ അള്ളാഹുവിന്റെ നമ്മള് റഹ്മാൻ, റഹീം, റൌഫ്, ഗഫാർ എന്നൊക്കെ പറയുന്നത് പോലെ അള്ളാഹിന്റെ രണ്ട് പേരാണ് അസീസ്, അലീം. എല്ലാം അറിയുന്നവനും പ്രതാപവാനുമായ ആളാകുന്നു അല്ലെങ്കിൽ ഒരുത്തനാകുന്നു ഇത് സൃഷ്ടിച്ചത് എന്നത്. അപ്പൊ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളിലും അവർക്ക് വിശ്വാസമുണ്ട്. റുബൂബിയത്തിൽ വിശ്വാസമുണ്ട്, ചില അസ്മാഉ സിഫാത്തിലും വിശ്വാസമുണ്ട്. പിന്നെ തൗഹീദിന്റെ കാര്യം, ഇത് അള്ളാഹിനോട് ദുആ ചെയ്യാം, അതിലൊരു വിശ്വാസമുണ്ട്. കാരണം എന്താ? അത്യാപൽ ഘട്ടങ്ങളിൽ ആരോട് മാത്രമേ ബാധിച്ചിട്ടുള്ളൂ? അള്ളാഹിനോട് മാത്രമേ ബാധിച്ചിട്ടുള്ളൂ. അത് താഴെ പറയുന്നു. ഇനി ശരീഅത്ത് അള്ളാഹുവിന്റെ നിയമസംഹിത, നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അള്ളാഹുവാണ്, ദീൻ അള്ളാഹുവിന്റേതാണ് എന്ന വിശ്വാസവും അവർക്കുണ്ടായിരുന്നു. സൂറത്തുൽ അഅറാഫിലെ 28-ാമത്തെ ആയത്ത്, വൈദാ ഫഅലു ഫാഹിഷതൻ ഖാലു വജദ്നാ അലൈഹാ ആബാഅനാ വല്ലാഹു അമറനാ ബിഹാ. അവർ വല്ല തോന്നിവാസവും ചെയ്താൽ അവർ പറയും, ഇതൊന്നും ഞങ്ങൾ വെറുതെ ഉണ്ടാക്കിയതല്ല, ഞങ്ങൾ ചെയ്യുന്ന കാര്യമൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയല്ല. രണ്ട് കാരണമുണ്ട് ഞങ്ങൾ ചെയ്യാൻ. വജദന അലൈഹി ആബാഅന, ഞങ്ങളുടെ പൂർവികന്മാരെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടു. അപ്പൊ ഒന്ന് പാരമ്പര്യം, ഞങ്ങളുടെ വാപ്പപ്പാപ്പമാര് ആ വാപ്പപ്പാപ്പ എവിടം വരെ എത്തും? ഇബ്രാഹിം നബി വരെ എത്തും. കാരണം അതുകൊണ്ടാണ് ഞങ്ങൾ ഇബ്രാഹിം നബിന്റെ ആളുകളാണെന്ന് പറഞ്ഞത്. അപ്പൊ ഇബ്രാഹിം നബി വരെയുള്ള ഞങ്ങളുടെ വാപ്പാര് ചെയ്തതാണ് ഞങ്ങൾ ഈ ചെയ്യുന്നത്. അവിടെ നിർത്തിയില്ല. വല്ലാഹു അമറനാ ബിഹാ, ഞങ്ങൾ ഈ ചെയ്യുന്ന നേർച്ച, അതുപോലെ തന്നെ ലാത്ത ഉസ്സ മനാത്ത എന്നിവയെ ആരാധിക്കൽ, ഇങ്ങനെയുള്ള എല്ലാ കാര്യവും, ഹജ്ജ്, ഉംറ, ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് അള്ളാഹു ഞങ്ങളോട് കൽപ്പിച്ചതാകുന്നു. നോക്കണം, ഇതിൽ ആട്ട കൽപ്പിച്ചതെന്നല്ല, ഏതെങ്കിലും ഷെയ്ഖ് പറഞ്ഞതെന്നല്ല, മൊയ്ലിയാർ പറഞ്ഞതെന്നല്ല, മൗലവി പറഞ്ഞതെന്നല്ല. വല്ലാഹു അമറനാ ബിഹ, ഇവർ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഞങ്ങളോട് അള്ളാഹു കൽപ്പിച്ചതാണ് എന്ന് മക്കയിലെ അറബികൾ പറഞ്ഞിരുന്നു. അപ്പോൾ ദീനുണ്ട്, ശരീഅത്തുണ്ട്. ആ ശരീഅത്ത് ഞങ്ങൾ ഉണ്ടാക്കിയല്ല, അള്ള കൽപ്പിച്ചതാണ്. പിന്നെന്താ ഇവർക്ക് മുസ്ലിം ആകാൻ വല്ല കുറവ്? ഇവരെ മുസ്ലിം ആയിക്കൂടെ, മുസ്ലിങ്ങളെ എണ്ണിക്കൂടെ? ഇനി ദുആ, ഇബാദത്ത്, ഇബാദത്തിലേറ്റവും ഇബാദത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ആരാധന എന്ന് പറഞ്ഞാൽ ദുആ. ലോകത്ത് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ഇക്കാലഘട്ടത്തിലെ ഖുബൂരികളെക്കാൾ മെച്ചപ്പെട്ടവരായിരുന്നു ആര്? മക്കയിലെ ആളുകൾ. കാരണം എന്താ? ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ കാണാം. ഒന്ന് സൂറത്തുൽ ലുഖ്മാൻ 32-ാമത്തെ ആയത്ത്, വൈദാ ഹശിയഹും മൗജുൻ കദ്ദുലലി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വലിയ തിരമാലകൾ, കാർമേഘങ്ങൾ പോലെ, മലകൾ പോലെയുള്ള വലിയ തിരമാലകൾ കടലിൽ അവരെ മൂടിയാൽ, അന്നും കപ്പലുണ്ട്, ആ പായക്കപ്പൽ പോലത്തെ സാധനങ്ങൾ. അപ്പൊ അതിലൂടെ അവർ സഞ്ചരിക്കുമ്പോൾ തിര മൂടിയാൽ, പൊതിഞ്ഞാൽ, റഷ്യ എന്ന പൊതിയുക, മൂടുക, പുതപ്പിട്ട് മൂടുക, അതിനൊക്കെ പറയും. ഒന്നായിട്ട് തിര വന്നിട്ട് മൂടുക, വെള്ളത്തിൽ മുങ്ങിപ്പോവാൻ. അങ്ങനെ മൂടുമ്പോൾ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന, കീഴ്വണക്കത്തെ അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അവർ ദുആ ചെയ്യും. അവിടെ അള്ളാഹു അല്ലാത്ത ആരെയും അവർ വിളിക്കുമായിരുന്നില്ല. ഇത് സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹു പറഞ്ഞതാണ്. അൻകബൂത്തിലെ 65-ാമത്തെ ആയത്ത്, യൂനുസിലെ 22-ാമത്തെ ആയത്ത്, ഇവിടൊക്കെ ഇതേ കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം കരയിലാണോ കടലിലാണോ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകാം? കരയിലാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങിക്കാം, വെള്ളത്തിലാണെങ്കിൽ ഇറങ്ങാൻ വഴിയില്ല, മുങ്ങിച്ചാകാന്നല്ലാതെ. അപ്പൊ രക്ഷപ്പെടുത്താൻ ഏറ്റവും വലിയ പ്രതിസന്ധി, അപകടമുണ്ടാകുന്ന കടലിൽ മക്കയിലെ ഒരു അറബിയും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മക്കയിലെ മുശ്രിക്ക് എന്ന് പറയുന്ന ഒരുത്തനും മഹാവിപത്തുണ്ടാകുമ്പോൾ അള്ളാഹു അല്ലാത്ത ആരെയും വിളിച്ചിട്ടില്ല. ഈ വിളിക്കുന്ന കൂട്ടത്തിൽ ലാത്ത ഉസ്സയെ ഞങ്ങൾ രക്ഷപ്പെടുത്തണേ എന്ന് കടലിൽ നിന്ന് വിളിക്കൂല. എന്താ കാര്യം? ഖുർആൻ തന്നെ പറയാൻ, മുഖ്ലിസീന ലഹു ദീൻ. ഈ തന്നെ കീഴ്വണക്കം, കീഴ്വണക്കം ഇവിടെ ഈ വിളി ആരാധന ഉദ്ദേശിക്കുന്നത്. ഈ ആരാധനയെ അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ടവർ ദുആ ചെയ്യുന്ന ഉപയോഗിച്ച് ദുആ നടത്തും. അപ്പൊ ദുആ അള്ളാഹിനോട് മാത്രമാണ് കടലിൽ. അപ്പൊ അത്യാപൽ ഘട്ടങ്ങളിൽ ഇവർ ദുആ ചെയ്തത് അള്ളാഹുവിനോട് മാത്രമാകുന്നു. ഇനി ഇന്ന് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഞങ്ങളാണ് ഒറിജിനൽ സുന്നി എന്ന് പറയുന്നവനെ പരിശോധിച്ചാൽ ഞാൻ വിശദീകരിക്കേണ്ടതില്ല. അത്യാപൽ ഘട്ടമുണ്ടായാൽ അവൻ ആരോടാ ദുആ ചെയ്യുക? അല്ലാത്തവരോട്. സാധാരണ കേസിൽ, നോർമൽ കേസിൽ അള്ളാഹിനോട്, അത്യാപൽ ഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരോട്. മക്കയിലെ അറബികൾ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ്. അവര് വലിയ പ്രശ്നത്തിൽ അള്ളാനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. എന്നാൽ ചെറിയ കേസിൽ മാത്രമാണ് ഇവർ നമ്മുടെ നാട്ടിലെ ആൾക്കാർ അള്ളാനെ വിളിക്കുന്നത്. വലിയ പ്രശ്നം ഉണ്ടായാൽ അത് അല്ലാത്തത്. ഞാൻ എന്റെ വക പറഞ്ഞല്ല, ഹമീദ് വൈസി അമ്പലക്കടവ് എന്ന് പറയുന്നത് SYSന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്തോന്നാണ്, ഒരു കോളേജിന്റെ പ്രിൻസിപ്പളാണ്, ദീൻ പഠിപ്പിക്കുന്ന മനുഷ്യനാണ്, വയൽ പറയുന്ന ആളാണ്. അദ്ദേഹം പണ്ട് പ്രസംഗിച്ചത് യൂട്യൂബ് തന്നെ ഞങ്ങൾ ഇപ്പോഴും കിട്ടും. എന്താണ്? അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്നവൻ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നവനെ പോലെയാണ്. ഇപ്പോഴത്തെ KSRTC അല്ലട്ടോ,
പഴയ KSRTC ആനവണ്ടി എന്നറിയപ്പെടുന്ന ക്ലീൻ ചെയ്യാത്ത, വെള്ളം തൊടാത്ത, മണ്ണിൽ കുളിച്ച് കിടക്കുന്ന, അതാണ് കാട്ടിൽ ആനയെ പോലെ മണ്ണ് വാരട്ട ആനവണ്ടി എന്ന് പേര് എപ്പോഴും ഉണ്ട്. ആനവണ്ടി സൈറ്റ് ഉണ്ട്. സൈറ്റ് അടിച്ചു നോക്കിയാൽ KSRTC ബസ്സിന്റെ ടൈം അറിയാൻ ആനവണ്ടി അടിച്ചാൽ KSRTCന്റെ സൈറ്റ് തുറക്കും. അപ്പൊ ആ പണ്ടത്തെ KSRTC ഇടയിൽ നിന്നുപോയാൽ അടുത്ത KSRTC ബസ് വരണം, അല്ലെ ഡിപ്പോന്ന് മെക്കാനിക്ക് പാർട്സൊക്കെ ആയിട്ട് വണ്ടി വന്നിട്ട് ഈ വണ്ടി നന്നാക്കി പോവുള്ളൂ. ഇപ്പൊ അങ്ങനൊന്നല്ല, റീഫണ്ട് ചെയ്യൂല, അടുത്ത വണ്ടി വരുമ്പോ കയറ്റി വിടും, പൈസ തിരിച്ചിട്ടൂല. പൈസ വേണ്ടെങ്കിൽ നമുക്ക് വേറെ ബസ് കയറിപ്പോ. അക്കാലത്തെ അതാണ് KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നവനെ പോലെയാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവൻ. എത്തിയാലെത്തി, കിട്ടിയാ കിട്ടി. എന്നാൽ ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നവനോ KSRTCന്റെ എത്രയോ മുന്നെത്തും. അപ്പോ അള്ളാഹു അല്ലാത്ത ആളുകളോട്, ഔലിയാക്കന്മാരോട് ദുആ ചെയ്തതിനെ ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നതിനോടും, അള്ളാഹുവിനോട് നേരിട്ട് ദുആ ചെയ്യുന്നതിനെ KSRTC ആനവണ്ടിയിൽ യാത്ര ചെയ്യുന്നതിനോടും ഉദാഹരിച്ച് പ്രസംഗിച്ച ആളാണ് ഹമീദ് വൈദ്യ അമ്പലക്കടവ്. മൊഹിദ്ദീൻ ബാലന്റെ വ്യാഖ്യാനമുണ്ട്, മറ്റേ മുസ്തഫൽ ഫൈസി എഴുതിയിട്ടില്ല. അതിന്റെ 410 പേജിലോ മറ്റാണ്. വല്ലാനയിലെത്തിയെന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാതെ ഉത്തരം ചെയ്യും ഞാൻ എന്നവർ എന്ന വരിക്ക് അബ്ദുൽ ഖാദർ ജീലാനിയെ കുറിച്ച് എഴുതിയത്, എവിടെ വെച്ച് വിളിച്ചാലും എപ്പോഴും ഉത്തരം കിട്ടുന്നത് ഔലിയാക്കന്മാരോടുള്ള പ്രാർത്ഥനയാണ് എന്നാ. അള്ളാഹിനോട് ചോദിച്ചാൽ കിട്ടിക്കൊള്ളുന്നില്ല. അത് ശരിയാ പറഞ്ഞു. അള്ള പ്രാർത്ഥിച്ചാനൊക്കെ ഉത്തരം തരാന്ന് പറഞ്ഞിട്ടില്ല. ചോദിച്ചില്ല അള്ള തരൂല, അങ്ങനെ ഒരു ഓഫറെ അള്ള പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന പോലും എല്ലാം ഉത്തരം കിട്ടിയിട്ടില്ല. ഉണ്ടെങ്കിൽ ബദറിൽ ഉഹദ് തോൽവി ഉണ്ടാവുമോ? ബദറിലല്ല ഉഹദിൽ ഉണ്ടാവോ? പരാജയം സംഭവിക്കൂലല്ലോ. പിന്നെ നബി പ്രാർത്ഥിച്ചിട്ട് 3 പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് 2 അള്ള സ്വീകരിച്ചു, 1 സ്വീകരിച്ചില്ല. അത് മുസ്ലിങ്ങളുടെ വിപത്ത് മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ആകരുത് എന്ന പ്രാർത്ഥനയാണ്. അത് അള്ള സ്വീകരിച്ചിട്ടില്ല. അതാണ് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത്. നമ്മളൊന്നുമില്ല, ലോകത്ത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത്. മുസ്ലിങ്ങളുടെ പ്രശ്നം മുസ്ലിങ്ങൾക്കിടയിൽ തന്നെയാണ്, പുറത്തുനിന്നുള്ളതിനേക്കാൾ. 3 കാര്യം ചോദിച്ചാൽ ആ കാര്യം അള്ള അംഗീകരിച്ചില്ല. മദീനത്തെ പള്ളിന്റെ ബാക്ക് ഭാഗത്തുനിന്ന് അപ്പുറത്ത് പഴയ എയർപോർട്ട് റോഡ് നോക്കിയാൽ അവിടെ ഒരു പള്ളി കാണും. എപ്പോഴുണ്ട് പള്ളി. ആ സ്ഥലത്തുണ്ടാക്കിയ പള്ളിയാണ് മസ്ജിദുൽ ഇജാബ എന്നാണ് അറിയപ്പെടുന്നത്. നബി ഈ പ്രാർത്ഥന നടത്തിയ സ്ഥലത്ത് പിന്നെ ഉണ്ടാക്കിയൊരു പള്ളി, ഇപ്പോഴവിടെ പള്ളിയുണ്ട്. അപ്പോ പിന്നെ അവരും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ നമ്മൾ വ്യത്യാസതാണ്. പിന്നെ അള്ളാഹു ഉണ്ട്, അള്ളാഹുവിലേക്ക് അടുക്കണം എന്ന് ആഗ്രഹിച്ചവരാണ് മക്കയിലെ അറബികൾ. നമ്മൾ ആഗ്രഹിക്കുന്നു, എല്ലാരെയും ആഗ്രഹം അള്ളാഹിലേക്ക് അടുക്കണം. അപ്പൊ മക്കയിലെ അറബികൾ അള്ളാഹിലേക്ക് അടുക്കേണ്ടതില്ല എന്ന് വിചാരിച്ചവരല്ല, അള്ളാഹുവിലേക്ക് അടുക്കണം. എന്താണ് സൂറത്ത് സുമർ, മാൻ അഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ഞങ്ങൾ ഔലിയാക്കന്മാർക്ക് ഇബാദത്ത് എടുക്കുന്നത്, അവർക്ക് നേർച്ചകളും അവരോട് പ്രാർത്ഥനയും ഇസ്തിഗാഫയും ഒക്കെ നടക്കുന്നത് അവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ ഔലിയാക്കൾ വിളിച്ചു തടപ്പെടുന്ന ഔലിയാക്കൾ ആരാ? അവരിലേക്ക് അടുക്കാനല്ല, ഔലിയാക്കളിലേക്ക് അടുക്കാനല്ല. ഔലിയാക്കൾ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ് ഞങ്ങൾ ഔലിയാക്കളോട് ദുആ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പറയുന്നത് എന്താ? ദേവാദം ഞങ്ങൾ ഇവരോട് ദുആ ചെയ്യുന്നത് അവര് നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അള്ളാഹു ഉണ്ടെന്നും അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതുണ്ടെന്നും മക്കയിലെ അറബികൾ മനസ്സിലാക്കിയിരുന്നു. പിന്നെ ശഫാഅത്തുണ്ട് എന്നും അവർ വിശ്വസിച്ചിട്ടുണ്ട്. ശഫാഅത്ത് അതെന്താ? വയഖൂലൂന ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്. ഈ ആളുകൾ, ഏതാളുകൾ? ഞങ്ങൾ ആരോട് ദുആ ചെയ്യുന്നുവോ, ലാത്ത, ഉസ്സ, മനാത്ത, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി തുടങ്ങിയ ആളുകളൊക്കെ അവരോട് ഞങ്ങൾ പറയുന്നത് എന്തിനാണ്? നമ്മൾ പാപികളാണ്, പാപികൾക്ക് നേരിട്ട് അള്ളാഹിനോട് എടുക്കാൻ പറ്റൂല, അതുകൊണ്ടതാ ഞങ്ങളെ കാര്യം ശരിയാക്കി കൊടുക്കണേ എന്ന് അള്ളാഹുവിനോട് ശുപാർശക്കാരായിട്ടാണ് ഞങ്ങൾ ഇവരെ തേടുന്നത്. ഇത് നമ്മുടെ നാട്ടില് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് ആരും കണ്ടെടുക്കാറില്ല. ബൾബ് പീസാണ് മുമ്പ് വയറ് കത്തിയിട്ടുണ്ടാവും നേരിട്ടെടുത്താൽ. അപ്പൊ അത് പവർ കുറച്ചുകൊണ്ട് കുറെ പീസും പെട്ടിയും ബോക്സൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് പിന്നെ അങ്ങനെ കുറച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് കത്തുന്നത്. ഇതെന്തിനാ അങ്ങനെ പറയുന്നത്? നമ്മൾ പാപികളാണ്, നമുക്ക് നേരിട്ട് അള്ളാഹ് പറഞ്ഞ വലിയ പവറാ, ട്രാൻസ്ഫോമറാണ്, അതിലേക്ക് നേരിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ പീസൊക്കെ കെട്ടി വയറിൽ കൂടി ഇങ്ങനെ ബ്രേക്കറും കട്ടറും കൊടുത്തിട്ട് കൊണ്ടുപോകണം. ഇതന്നെ ഓലും പറഞ്ഞത്. അപ്പോ ശുപാർശക്കാരുണ്ട്, അള്ളാഹുവിലേക്ക് ശുപാർശന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതിലേക്ക് എത്തണം. ഞങ്ങൾക്ക് സ്വർഗം വേണ്ട, അല്ലെങ്കിൽ അള്ളാഹനെ വേണ്ടെന്നല്ല, വേണം. അതിനുള്ള വഴിയാണിത്. ഇനി നമസ്കാരം. ഇസ്ലാമിലെ ഇപ്പൊ നേരത്തെ പറഞ്ഞെന്ന് റുബൂബിയത്ത് കിട്ടി, ഉലൂഹിയത്ത് കിട്ടി, അള്ളാഹിനോട് മാത്രം അവർ ദുആ ചെയ്തിട്ടുണ്ട്. വലിയ പ്രശ്നം ഉണ്ടായപ്പോ അസ്മാ സിഫാത്ത് കിട്ടി, ശരീഅത്ത് കിട്ടി, ഇങ്ങനെ തഖർറുബ് കിട്ടി, ശഫായത്ത് കിട്ടി, ഇതൊക്കെ കിട്ടി. ഇനി അനുഷ്ഠാന കാര്യങ്ങളാണ്. നമസ്കാരം. അനുഷ്ഠാന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? നമസ്കാരമാണ്. മക്കയിലെ മുശ്രിക്കുകൾ നമസ്കരിച്ചിരുന്നോ? ഒരു ഇബ്രാഹിം നബിന്റെ ആളുകളാണെന്നല്ല പറഞ്ഞത്. ഇബ്രാഹിം നബിന്റെ ആളുകളാണ് എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? നിസ്കാരം ഉണ്ടാവും. നിസ്കാരം മുഹമ്മദ് നബിക്ക് മാത്രം ഇറക്കിയ ഏർപ്പാടല്ല, രൂപത്തിൽ വ്യത്യാസം ഉണ്ടാവും. ആ കർമ്മം നേരത്തെ ഉണ്ട്. സൂറത്തുൽ അംഫാൽ 35-ാമത്തെ ആയത്ത് കാണാം. വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുകാഅൻ വതസ്ദിയ.
മക്കയിലെ അറബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ദഅവത്തുമായി വന്നപ്പോൾ ഉള്ള നബിയെ എതിർത്ത ആളുകൾ കഅബാലയത്തിന്റെ അടുക്കൽ വെച്ചുള്ള അവരുടെ നമസ്കാരമായിരുന്നില്ല ഇല്ല മുകാഅൻ വതസ്ദിയ, ഒരു ചൂളം വിളിയും കൈകൊട്ടുമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. അപ്പൊ അങ്ങനെ എന്തോ ഒരു കാട്ടിക്കൂട്ടൽ, ഒരു നമസ്കാരം അവർ നിർവഹിച്ചിട്ടുണ്ട് കഅബന്റെ അടുക്കൽ വെച്ച്, നമസ്കാരം അവർക്കുണ്ടായിരുന്നു. ഇനി അത് വല്ല കോൽക്കളി പോലെ എന്തെങ്കിലും സംഗതിയാണ്, നിസ്കാരം എന്നല്ല എന്ന് ആരെങ്കിലും എതിർക്കുകയാണെങ്കിൽ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ വ്യക്തമായി നമസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിപ്പം മുക്കാദ് തസ്നീനങ്ങളെ വിരലിച്ചിട്ട് ചൂളം വിളിക്കുക, കൈയിട്ടുക, അപ്പൊ വല്ല ഒപ്പന ഡാൻസോ ആണ് എന്ന് പറയണ്ട. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് എന്താ? അബൂദറുൽ ഗിഫാരി, പ്രമുഖനായ ഒരു സഹാബിയാണ് അബൂദറുൽ ഗിഫാരി. അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ കിടണ്ടാവും. ഈ അബൂദറുൽ ഗിഫാരി പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പ്, അതായത് മുഹമ്മദ് നബിയായി വരുന്നതിന്റെ മുമ്പ് 2 കൊല്ലം ഞാൻ നമസ്കരിച്ചിരുന്നു. നബിന്റെ 40 വയസ്സിൽ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ഞാൻ 2 കൊല്ലം നമസ്കരിച്ചിട്ടുണ്ട്. എവിടെ നിട്ടി അബൂദറുൽ ഗിഫാരിക്ക് നമസ്കാരം? നേരത്തെ പറഞ്ഞ പോലെ ഇബ്രാഹിമിന്റെ ആളാണ്. അപ്പൊ അന്നേ നമസ്കാരമുണ്ട്, ഞാൻ നമസ്കരിച്ചിരുന്നു. അപ്പോ ഇദ്ദേഹത്തോട് ഇത് കേൾക്കുന്ന അബ്ദുല്ലാഹിബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അപ്പൊ അയിന കുന്ത തവജ്ജഹു, ഈ നബിയാണതിന്റെ മുമ്പ് നിങ്ങൾ നിസ്കരിച്ചു, അന്ന് എങ്ങോട്ടെ നിങ്ങൾ തിരിഞ്ഞത്? അപ്പൊ അബൂദറിന്റെ മറുപടി, ഹൈതു വജ്ജഹനി അല്ലാഹ്, അള്ളാഹു എന്നെ എങ്ങോട്ടാണോ തിരിച്ചത് അങ്ങോട്ട് ഞാൻ തിരിഞ്ഞ് നമസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇത് മുസ്ലിം ഉദ്ധരിച്ച ഹദീത്താണ്, 132ാമത്തെ ഹദീത്ത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി വരുന്നതിന് മുമ്പേ അബൂദറുൽ ഗിഫാരി 2 കൊല്ലം നമസ്കരിച്ചിട്ടുണ്ട്. ഏതൊരു ഭാഗത്തേക്ക് അങ്ങ് തിരിഞ്ഞിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു കിബില സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് നിസ്കരിച്ചത്. അപ്പൊ നമസ്കാരം ഇതിപ്പോ അബൂദറുൽ ഗിഫാരി മാത്രം നിസ്കരിക്കൂലേ, വേറെ ആൾക്കാർ നിസ്കരിച്ചിട്ടുണ്ടെന്ന് മുകളിൽ ആയത്തിന് മനസ്സിലായി. അപ്പൊ വെറും ചൂളംപൊളി അല്ല എന്ന് മനസ്സിലാക്കാനാണ് ഈ ഹദീസ് ഞാൻ ഉദ്ധരിച്ചത്. ഇനി നോമ്പ്, ഇസ്ലാമിലെ അനുഷ്ഠാന കർമ്മ, ഇസ്ലാം കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട സംഗതിയാണ് നോമ്പ് വിൽക്കുക. മക്കയിലെ അറബികൾ മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പും മുഹമ്മദ് നബി ആകുന്നതിന് മുമ്പും നോമ്പോറ്റിട്ടുണ്ട്, ശേഷവും നോമ്പോറ്റുണ്ട്. ഏത് നോമ്പ്? മുഹറം 10ന്റെ നോമ്പ്. അന്ന ഖുറൈശൻ കാനത്ത് തസൂമു യൗമ ആശൂറ ബിൽ ജാഹിലിയ്യ, മുഹറം 10ന്റെ നോമ്പ് ജാഹിലിയത്തിൽ ഖുറൈശികൾ നോൽക്കാറുണ്ടായിരുന്നു. ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാം വരുന്നതിന്റെ മുമ്പുള്ള കാലഘട്ടത്തിനാണ് ജാഹിലിയത്ത്, വിവരമില്ലാത്ത കാലം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വിവരമാണ്, ഇൽമാണ്. ആ ഇൽമില്ലാത്ത കാലമാണ് ജാഹിലി കാലം എന്നുള്ളത്. അന്നും ഖുറൈശികൾ ആശുറ നോമ്പ് നോറ്റിരുന്നു. ആശുറ നോമ്പിന്റെ അടിസ്ഥാനം എന്താ? മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു രക്ഷപ്പെടുത്തുകയും ഫിറൗനെയും ആളുകളെയും കടലിൽ മുക്കി കൊല്ലുകയും ചെയ്തു. അപ്പൊ ഇവർക്ക് ഈ വേറെ എവിടെ നിന്ന് കിട്ടി? മൂസാ നബി ഉണ്ടായിരുന്നു, ഫിറൗൻ എന്ന ആളുണ്ടായിരുന്നു. മൂസാ നബി അള്ളാഹു രക്ഷപ്പെടുത്തി, ഫിറൗനെ ആളുകളെയും കൊന്നു. അതിന്റെ പേരിൽ മൂസാ നബി നോമ്പ് വിൽക്കാറുണ്ടായിരുന്നു എന്ന വിവരം ഉള്ളത് കൊണ്ടാണല്ലോ. ഇതിന് മുഹമ്മദ് നബി പറഞ്ഞു കൊടുത്താലല്ലോ, ഈ വിവരം ഉള്ളത് കൊണ്ടാണല്ലോ ഇവർ നോമ്പ് വെച്ചത്. അപ്പോ ആശൂറ നോമ്പ് നോറ്റിരുന്നു. റമദാൻ നോമ്പ് അന്നില്ല. ഈ ആശൂറ നോമ്പ് നബി നോറ്റിട്ടുണ്ട്, ഖുറൈശികൾ നോറ്റിട്ടുണ്ട്. റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നത് മദീനയിലാണ്, ഇസ്ലാമിന്റെ 14 കൊല്ലം കഴിഞ്ഞിട്ട്, ഹിജ്റ 2ാം കൊല്ലം. അപ്പൊ 14 കൊല്ലം വരെ റമദാന്റെ നോമ്പ് തന്നെയല്ല. അതുകൊണ്ട് തന്നെ ഖുറൈശികൾ നോറ്റെല്ലാം ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. പിന്നെ നോമ്പിന്റെ കൂടെ പറയുന്ന ഒരു കാര്യമാണ് ഈത്തിക്കാഫ്. റമദാനിലെ ഈത്തിക്കാഫ് ഉണ്ടാവുമല്ലോ. ഈത്തിക്കാഫും ഖുറൈശികൾക്കുണ്ടായിരുന്നു. ഇത് റമദാൻ നോമ്പ് ഇല്ലാതെ എന്നിട്ടും ഖുറൈശികൾ ഈത്തിക്കാഫ് ഇരിക്കാറുണ്ടായിരുന്നു. അതിനെന്താ തെളിവ്? ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് കാണാം. ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഞാൻ ജാഹിലിയത്തിൽ മസ്ജിദുൽ ഹറാമിൽ, മക്കയിലെ ഹറമിൽ ഈത്തിക്കാഫ് ഇരിക്കാൻ വേണ്ടി നേർച്ചയാക്കിയിരുന്നു. മക്കത്തെ ഹറമില് ഈത്തിക്കാഫിരിക്കാൻ വേണ്ടി ഞാൻ ജാഹിലിയത്തിൽ നേർച്ചയാക്കി നിന്ന് മുസ്ലിം ആകുന്നതിന്റെ മുമ്പ്. അപ്പോ മുഹമ്മദ് നബി വരുന്നതിന്റെ മുമ്പ് മക്കയിലെ അറബികൾക്കിടയിൽ ഈത്തിക്കാഫ് ഉണ്ടായിരുന്നു, നേർച്ചയും ഉണ്ടായിരുന്നു. കാരണം നേർച്ചയാക്കിനോട് പറയണത്. അപ്പൊ നബി ഉമർ ഖത്താബിനോട് എന്താ പറഞ്ഞത്? അത് പണ്ടത്തെ അല്ല, ഈ ചെയ്യേണ്ടെന്നല്ല. ഔഫി ബിനദ്രിക്, ജാഹിലിയത്തിലുള്ള നേർച്ചയാക്കിയത് ശിർക്കില്ലാത്ത നേർച്ചയാണ്, ശിർക്കില്ലാത്ത ഈത്തിക്കാഫാണ്. അള്ളാന്റെ പള്ളിയിൽ മക്കത്തെ ഹറമിൽ ഈത്തിക്കാഫിരിക്കുകയാണ്, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നിന്റെ നേർച്ച നീ വീട്ടിക്കോ എന്ന് മുസ്ലിം ആകുന്നതിന്റെ മുമ്പ് നേർച്ചയാക്കിയ നേർച്ച വീട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഖത്താബിന് അനുവാദം കൊടുത്തു. അനുവാദം കൊടുക്കല്ല, വീട്ടണം എന്ന് കൽപ്പിച്ചു. അപ്പൊ നേർച്ചയും ഉണ്ടായിരുന്നു, ഈത്തിക്കാഫും ഉണ്ടായിരുന്നു. പിന്നെ ഹജ്ജ്, നിസ്കാരം, നോമ്പ്, ഈത്തിക്കാഫ്, നേർച്ച, ഇനി ഹജ്ജ്. സൂറത്തുൽ ബഖറ 199ാമത്തെ ആയത്ത്, തുമ്മ അഫീദു മിൻ ഹൈസു അഫാദൻ നാസ് വസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഖുറൈശികൾ ഹജ്ജ് ചെയ്തു. പക്ഷേ ഖുറൈശികൾ എങ്ങോട്ട് പോവില്ല? അറഫയിൽ പോവില്ല. അതിന് കാരണം എന്താ? അറഫയിൽ എല്ലാ മനുഷ്യന്മാരും ഉണ്ടാവും. ഖുറൈശികളുടെ വാദം എന്താ? നമ്മള് സവർണൻ എന്ന് പറയില്ലേ, ഞങ്ങൾ സവർണരാണ്, വലിയ തറവാട്ടുകാരാണ്. അറഫയിൽ ഈ കണ്ട നമ്മളെ സാധാരണ ഭാഷ തന്നെ എല്ലാ അലബലാദിയും വരുന്ന സ്ഥലമാണ് അവിടെ അറഫ. അതുകൊണ്ട് ആ സ്ഥലത്തേക്ക് നമ്മളില്ല, നമ്മൾ കുറച്ച് ഇതിന്റെ ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് വലിയ മുസ്ദലിഫയും തിരിച്ചു, അറഫയിൽ പോവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 10 നബി മരിക്കുന്ന കൊല്ലം പിന്നെ ഹജ്ജിന് പോയ സമയത്ത് ഖുറൈശികളായ സഹാബികൾ വിചാരിക്കാൻ നബി അറഫയിലേക്ക് പോകാതെ ഇവിടെ നിൽക്കും, ഇവിടെ മുസ്ദലിഫയിൽ. കാരണം എന്താ? ഖുറൈശികൾ അങ്ങോട്ട് പോകല്ല.
മുഹമ്മദ് നബി ആരാ? ഖുറൈശിയാണ്. പക്ഷെ അള്ളാഹു തിരുത്തി, ഇവിടെ എന്നാ പറ്റൂല, നിങ്ങൾ അങ്ങോട്ട് പോകണം. ഏത്? അറഫയിലേക്ക് പോകണം. മനുഷ്യരെല്ലാവരും ഒന്നാണ്. മനുഷ്യർ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ എല്ലാവരും ഒന്നാണ്. കറുത്തവനും വെളുത്തവനും ചുവന്നവനും പിന്നെ എല്ലാവരും സഹോദരന്മാർ, ആദമിന്റെ മക്കൾ, മുസ്ലിങ്ങൾ. അതുകൊണ്ട് അറഫയിൽ പോകണം. അതാണ് മാഫീദു മിൻ ഹൈതു അഫാദൻ നാസ്. ജനങ്ങൾ എവിടെ നിന്ന് ഒഴുകി വരുന്നുവോ നിങ്ങൾ അവിടെ നിന്നും ഒഴുകി വരിക, അറഫയിൽ പോയിട്ട് വന്നോളാൻ. അപ്പൊ എന്താ ഇതെന്താണ്? അഫാദൻ നാസ്. മുമ്പ് എല്ലാ ജനങ്ങളും ഖുറൈശികളല്ലാത്തവരൊക്കെ അവിടെ പോയിരുന്നു. അപ്പൊ ഇതെന്ത് മനസ്സിലായി? ഹജ്ജുണ്ട്. ഹജ്ജിൽ ഖുറൈശികൾ ഇങ്ങനെ നിലപാട് സ്വീകരിച്ചിരുന്നു, അതിന് ഇസ്ലാം തിരുത്തി. ഇനി തവാഫ്, തൽബിയത്ത്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച 1185 ഹദീസ്. അതിൽ കാണാം മുശ്രിക്കുകൾ തൽബിയത്ത് ചൊല്ലാറുണ്ടായിരുന്നു. എന്നിട്ട് തൽബിയത്ത് ചെല്ലുമ്പോ നമ്മൾ ചെല്ലുന്ന അതേ തൽബിയത്ത്, പക്ഷെ അതിലൊരൊറ്റ വാചകോല് അതിൽ കടത്തിക്കൂട്ടി. ആ വാക്ക് വരെ എത്തുമ്പോ നബി പറയുമായിരുന്നു, ഇവരവിടെ നിർത്തിയിരുന്നെങ്കിൽ. അതെന്താ ആ പറ്റാത്ത വാക്ക്? ഇല്ല ശരീക്കൻ പോലെ. തൽബിയത്ത് എന്നാൽ ഫുള്ള് തൗഹീദിന്റെ വാചക. നിനക്കൊരു പങ്കുകാരനില്ല, നീ തന്നെയാണ് ആരാധ്യൻ, ഏക ആരാധ്യനായ നിനക്ക് ഞാൻ ആ ഉത്തരം നൽകി വന്നിരിക്കുന്നു. ഇത് ആവർത്തിച്ച് പറയാണ്. പക്ഷേ ഖുറൈശികൾ എന്ത് പറയും? നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല, ഒരു പങ്കാളി ഒഴിച്ച്. ഓൻ തന്നെ ഒരു മറ്റേ ക്യാബിനറ്റ് മന്ത്രിയല്ല, സ്വതന്ത്രമായ ഒരു ദൈവമല്ല, പിന്നെന്താണ്? തംലിക്കുഹു അമലക്. ഒരു പങ്കുകാരനുണ്ട്, ആ പങ്കുകാരനെയും അവന്റെ കയ്യിൽ എന്തുണ്ടോ അതൊക്കെ നിന്റേതാണ്. നമ്മുടെ നാട്ടിലെ സമസ്തക്കാരൻ സുന്നി എന്ന ആള് പറയണ എന്താ? മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചത് സ്വതന്ത്രമായ കുറെ ദൈവങ്ങൾ ഉണ്ടെന്നാണ്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല, ഒരൊറ്റ റബ്ബേ ഉള്ളൂ. പിന്നെ നിങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന CM മടവൂര്, മറ്റേ ആ ഉപ്പാപ്പ ഈ ഉപ്പാപ്പ, ഓലൊന്നും സ്വന്തം അധികാരമുള്ള ആൾക്കാരല്ല, അള്ള കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കല്ല. ഇതേ വിശ്വാസം ആർക്കുള്ളത്? മക്കയിലെ ആളുകൾക്കും സ്വന്തം കഴിവുള്ള ഒരു വലിയും ഒരു ഉപ്പാപ്പയും ഉണ്ട് എന്ന് മക്കയിലെ അറബികൾ വിശ്വസിച്ചിട്ടില്ല. ഞങ്ങളെ സഹായിക്കാൻ ആളുണ്ട്, ശഫായത്ത് പറയാൻ ആളുണ്ട്, അടുപ്പിക്കാൻ ആളുണ്ട്. ഇവരൊക്കെ അള്ള കൊടുത്ത കഴിവേ അവർക്കുള്ളൂ, സ്വന്തമായി ഒരു കഴിവുമില്ല. അതാണ് ഇല്ലാ ശരീക്കൻ ഹുവലക് തംലിക്കുഹു അമലക്. ഞങ്ങൾ വിശ്വസിക്കുന്ന ഔലിയപ്പാപ്പ ആരാണ്? എന്റേതാണ്. അയാളെ കയ്യിൽ എന്തുണ്ടോ അതും എന്റേതാണ്. അള്ളഹാനോട് പറയാൻ, അല്ലാണ്ട് ഇയാൾക്ക് സ്വന്തം കഴിവൊന്നുമില്ല. അപ്പൊ നമ്മുടെ നാട്ടിലെ ഈ സമസ്തക്കാരന്റെ വിശ്വാസം എന്താ? സ്വന്തം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മക്കയിലെ മുശ്രിക്കുകളല്ല. അപ്പൊ പിന്നെ നബി ബദറും ഉഹുദും ഒക്കെ നടത്തിയിട്ട് വെറുതെ മുശ്രിക്കുകളെ കൊന്ന ഒരു തീവ്രവാദിയാണ് എന്ന് പറയേണ്ടി വരും. അപ്പൊ ഈ തൽബിയത്ത്, അതുപോലെ തന്നെ തവാഫ് ചെയ്യുമ്പോഴാണ്, തവാഫിനെ കുറിച്ചും ഹദീസ് വഹും യതൂഫൂന ബിൽ ബൈത്ത്, കഅബ തവാഫ് ചെയ്യുമ്പോൾ. പിന്നെ അവർ തവാഫ് ചെയ്തിരുന്ന വേറെ ഹദീസ് കാണാം. എന്താണ്? തുണി ഉടുക്കാതെയാണ് ആണും പെണ്ണും, ഒരു നൂല് പോലും ശരീരത്തിലില്ലാതെ പൂർണ്ണ നഗ്നന്മാരായിട്ടാണ് കഅബ തവാഫ് ചെയ്തിരുന്നത്. അത് ഇസ്ലാം നിർത്തി ഹിജ്റ 9. അപ്പൊ അതുവരെ അങ്ങനെ ചെയ്ത് അബൂ സിദ്ദീഖിനെയാണ് 9 അമീറായി പറഞ്ഞയച്ചത്. അക്കൊല്ലം പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞു, ഇനി മുതൽ മുശ്രിക്കുകൾക്ക് ഇങ്ങോട്ട് പ്രവേശനമല്ല, ആരും ഹജ്ജിന് വരണ്ട, പിന്നെ തുണിയെടുക്കാതെ ആരും കഅബ തവാഫ് ചെയ്യരുത്. അക്കൊല്ലത്തോടെ നിർത്തി. ഇത് നിർത്തിയതിനു ശേഷമാണ് പിറ്റത്തെ കൊല്ലം 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോണത്. അപ്പൊ അതുവരെ മുശ്രിക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? തവാഫ് നടത്തിയിട്ടുണ്ട്. ഹിജ്റ 9 വരെ, നബി മരിക്കുന്നതിന്റെ ഒരു കൊല്ലം മുമ്പ് വരെ അവർ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്, തവാഫ് നടത്തിയിട്ടുണ്ട്, പണ്ടും ചെയ്തിട്ടുണ്ട്. ഇനി ഹജ്ജുണ്ടായിരുന്നു, മിണ്ടാതെ ഹജ്ജ് ചെയ്യുക, മൗനമായി ഹജ്ജ് ചെയ്യുക എന്നൊരു ഏർപ്പാട് അവർക്കുണ്ടായിരുന്നു. ഇതും ഒക്കെ തള്ളാൻ പറ്റാത്ത ഹദീസ്, ബുഖാരിന്റെ ഹദീസാണ്. 3834 നമ്പർ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു, അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. ആ കാലഘട്ടത്തിൽ അബൂ സിദ്ദീഖ് ഹജ്ജ് ചെയ്യുന്ന സമയത്ത് ഒരു പെണ്ണിനെ കണ്ടു. എന്താണ് ആ പെണ്ണ്? മിണ്ടാതെ ഇങ്ങനെ ഹജ്ജ് ചെയ്യുന്നു, ഒരു വസ്തുവും സംസാരിക്കുന്നില്ല. സൈനബ് എന്നാണ് ആ പെണ്ണിന്റെ പേര്. അഹ്മസ് എന്ന ഗോത്രക്കാരിയാണ്. അപ്പൊ അബൂ സിദ്ദീഖ് ചോദിച്ചു, എന്താ ഇവളൊന്നും മിണ്ടാത്തത്? മാലഹാലാ തക്കല്ലം, എന്താ ഈ പെണ്ണ് സംസാരിക്കാത്തത് ഹജ്ജ് ചെയ്യുമ്പോ? അപ്പോ ആളുകൾ പറഞ്ഞു, ഹജ്ജത്ത് മുസ്മിതൻ, അവൾ മൗനിയായി ഹജ്ജ് നിർവഹിക്കുകയാണ്. അവൻ അബൂ സിദ്ദീഖ് പറഞ്ഞു, തക്കല്ലമി, സംസാരിക്കി. ഫഇന്ന ഹാദാ ലാ യഹില്ലു, സംസാരിക്കാതെ അങ്ങനെ തൊള്ള പൂട്ടിയിട്ട് ഹജ്ജ് ചെയ്യുക എന്നത് അനുവദനീയമായതല്ല. ഹാദാ മിൻ അമലിൽ ജാഹിലിയ്യ, ഇത് ജാഹിലിയത്തിലെ പണിയാണ്. അപ്പൊ ഇതെന്ത് മനസ്സിലായി? ജാഹിലിയത്തിൽ അങ്ങനെ സമ്പ്രദായം ഉണ്ടായിരുന്നു, മിണ്ടാതെ മൗനിയായി ഹജ്ജ് ചെയ്യുക. ഹജ്ജുണ്ട്, അങ്ങനെ ഒരു ഹജ്ജ് അവർ നിർവഹിച്ചിരുന്നു. എന്നാൽ അത് പറ്റൂല എന്ന് പറഞ്ഞ് അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരുത്തി. അപ്പൊ ഈ പെണ്ണ് ചോദിക്കാണ്, ഇത് പറയാൻ നീ ആരാ, നിങ്ങളാരാ? അപ്പൊ ഞാൻ മുഹാജിറാണ്. മുഹാജിർ എന്ന് പറഞ്ഞാൽ എന്താ? ഒക്കെ ഹദീസിൽ ബാക്കി പറയുന്നുണ്ട്. ഇനി ഹാജിമാർക്ക് സേവനം ചെയ്യുക. ഇന്നിപ്പോ കരിപ്പൂർ ഹജ്ജ് ഹൗസ്, ഹജ്ജ് ക്യാമ്പ് തുറന്നാൽ നാളെ ആൾക്കാർ ആണും പെണ്ണൊക്കെ വളണ്ടിയറായിട്ട് പോകും. എന്തിനാണ്? ഹജ്ജിന് പോകാൻ എയർപോർട്ടിലെത്തുന്ന ആളുകൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുക, അങ്ങോട്ടാക്കുക അവർക്ക് വേണ്ട സൗകര്യം ചെയ്ത് കൊടുക്കാൻ ഫ്രീ ആയിട്ട് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഹജ്ജ് വളണ്ടിയർമാർ, ഹജ്ജ് ക്യാമ്പിൽ സേവനം ചെയ്യുന്ന ആൾക്കാർ. ഇവിടെ ഈ നിർമ്മാശയം ഉണ്ടായിരുന്നു. ഇപ്പണി ജാഹിലിയത്തിൽ ഖുറൈശികൾ ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ അന്ന് പിന്നെ തവാഫ് കഴിഞ്ഞ് ദുൽഹിജ്ജ 10 വെള്ളം കുടിക്കാൻ വേണ്ടി സംസമിലെടുത്ത് ചെന്നു. അപ്പൊ അവിടെ
ഖുറൈശികളായ ആളുകൾ വെള്ളം കോരി കൊടുക്കുകയാണ്. ഇതുപോലെ ആർക്കും വിട്ടുകൊടുക്കില്ല. സംസം വെള്ളം കോരിയിട്ട് എന്ന് മോട്ടറൊന്നുമില്ല, കോരിയിട്ട് ആളുകൾക്ക് കുടിക്കാൻ കൊടുക്കുക എന്നത് ഞങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് മക്കയിലെ ഖുറൈശികൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയും ഖുറൈശിയാണ്. ഖുറൈശി നിലക്ക് നബിക്കും കോരാ, പക്ഷെ നബി കോരിയില്ല. നബിക്ക് അവർ കോരിക്കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ വന്ന് വെള്ളം കോരിയാൽ പിന്നെ ആളുകൾക്ക് തിരക്കിയിട്ട് നിങ്ങൾക്ക് വെള്ളം കോരാൻ പോയിവിട്ടൂല. കാരണം എന്താ, നബി കോരിരുന്നാൽ ഞങ്ങളും കൂരാനിലേക്ക് എല്ലാം വരും. അതുകൊണ്ട് നബി കോരാൻ പോയില്ലാന്നാണ്. ഇത് സ്വയം ചെയ്തിട്ടുള്ളതാണ്. പിന്നെ വെള്ളം കൊടുക്കുന്ന ഭക്ഷണം നമ്മുടെ നാട്ടിൽ ഈ പായസം പോലെ സാധനം ഉണ്ടാക്കി കൊടുത്തിരുന്നു. ഈ ഖുറൈശികൾ ആരാധിച്ച ലാത്ത എന്നതിന് ആ പേര് എങ്ങനെ വന്നു എന്നുള്ള രണ്ട് വീക്ഷണങ്ങളുണ്ട്. ഒന്ന്, ഇലാഹ് അല്ലെങ്കിൽ അള്ളാഹു എന്നതിനെ പരിവർത്തിപ്പിച്ചിട്ടാണ് ലാത്തയായത്. ഇലാഹിനെ ലാത്തയാക്കിയതാണ് ഒരു അഭിപ്രായം. മറ്റൊന്ന്, ലത്തയെലുത്തു എന്ന് പറഞ്ഞാൽ ധാന്യം പൊടിച്ച് ഒരു ഭക്ഷണം ഉണ്ടാക്കുക. അപ്പൊ ലാത്ത് എന്ന് പറഞ്ഞാൽ ഈ ബാർലി പൊടിച്ച് അതിൽ വേറെ ചില കാരക്ക, നെയ്യ് പോലുള്ള സാധനങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു പായസം പോലെ സാധനം ഉണ്ടാക്കിയിട്ട് ഹാജിമാർക്ക് കൊടുക്കുന്ന ഒരു ഔലിയപ്പാപ്പയായിരുന്നു ആര്? ലാത്ത. ഇത് വെച്ചിട്ട് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാം? മക്കയിലെ ഖുറൈശികൾ ഹജ്ജ് ചെയ്തു എന്ന് മാത്രമല്ല, മറ്റു നാടുകളിൽ നിന്ന് ഹജ്ജിന് വരുന്ന ആളുകൾക്ക് സംസം വെള്ളം കോരിക്കൊടുക്കുകയും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. കഅബന്റെ കില്ല, കറുത്ത കില്ല മൂടിയിരുന്നത് അതിന്റെ അവകാശാർക്കാം? അത് പണ്ടുള്ളതാണ്, ഖുറൈശികൾ ചെയ്തതാണ്. അപ്പൊ ഹജ്ജും ഹാജിമാർക്ക് സേവനം ചെയ്യുക എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ കൂലി കിട്ടാനുള്ള ഒരു അമലായി, സൽക്കർമ്മമായി പോലും ഖുറൈശികൾ കണ്ടിരുന്നു. പിന്നെ ഉംറ ചെയ്യാറുണ്ടായിരുന്നു. ഒരുപാട് ഹദീസ് കാണാം. ഉംറ ചെയ്യും, പക്ഷെ ഹജ്ജിന്റെ മാസങ്ങളിൽ ഉംറ ചെയ്യാൻ പാടില്ല എന്നതായിരുന്നു ഖുറൈശികളുടെ വിശ്വാസം. ഹജ്ജിന്റെ മാസങ്ങളിൽ, അതായത് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഈ 3 മാസത്തിൽ ഹജ്ജ് മാത്രം, അന്ന് ഉംറ പാടില്ല. പക്ഷെ നബി ഹജ്ജിന് പോയ സമയത്ത് നബിന്റെ ഒന്നാമത്തെയും അവസാനത്തെയും ഹജ്ജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിന്റെ കൂടെയുള്ള ആളുകൾ ഹജ്ജിന് വേണ്ടി ഇറാൻ കിട്ടിയവരുണ്ട്, ഉംറയ്ക്ക് വേണ്ടി ഇറാൻ കിട്ടിയവരുണ്ട്. പക്ഷെ തവാഫ് കഴിഞ്ഞു, സഅയ് തീർന്ന് മർവന്റെ മുകളിൽ മുടി വെട്ടുന്നതിന്റെ മുമ്പ് നബി പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിൽ കാണാം, ഇനി മുതൽ അത് നിർത്തലാക്കിയിരിക്കുന്നു. ഇനി ഹജ്ജിൽ ഉംറ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ കാലത്ത് എന്തും ചെയ്യാം, ഉംറയും ചെയ്യാം. അപ്പൊ സഹാബിയെ ചില ആൾക്കാർ ചോദിച്ചു, അല്ല നബി ഇത് കൊല്ലത്തേക്ക് മാത്രമാണോ, അല്ല എല്ലാ കൊല്ലവും ഇങ്ങനെ തന്നെയാണോ? അപ്പൊ നബി പറഞ്ഞു, എക്കാലത്തേക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോ ഹജ്ജിന് നമുക്ക് ഉംറ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഹജ്ജ് മാത്രം ചെയ്തു പോരണം. ഇതിൽ എന്ത് മനസ്സിലാക്കാം? ഖുറൈശികൾ ഉംറയും നിർവഹിച്ചിരുന്നു. ഇങ്ങനെ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ എഴുത്തിക്കാപ്പിന്റെ നേർച്ചയല്ലാതെ ഇന്നിപ്പം പള്ളിയിലേക്കുള്ള നേർച്ചനേക്കാൾ കൂടുതൽ നേർച്ച കിട്ടുക കൊടുക്കാം ജാറത്തിലേക്കാണ്. നബിദിനത്തിന്റെ നേർച്ച, അല്ലെ, ബദരീങ്ങൾ ആണ്ടിന്റെ നേർച്ച, ജീലാനിന്റെ നേർച്ച, ഇതിനൊക്കെ ഭയങ്കര പോത്തുമൂരിയൊക്കെ കിട്ടും. ഉളുഹിയത്തിന് ഒരു മൃഗത്തിന്റെ 1/7 പോലും ഷെയർ ചേർന്ന് അറക്കാത്ത നമ്മുടെ നാട്ടിലെ മുസ്ലിം എന്ന് പറയുന്നവൻ നേർച്ചക്ക് 2 കിൻഡലിന്റെ പോത്ത് നേർച്ചയാക്കും. ശരിയല്ലേ? മറ്റത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. എന്നാൽ ഔലിയപ്പാപ്പ് കൊടുത്താലോ സ്വർഗത്തിലെത്തും. മറ്റത് കിട്ടിയാ കിട്ടി, അത്രേ ഉള്ളൂ. ഇതേ പരിപാടി അന്നുണ്ടായിരുന്നു. കൃഷി ചെയ്ത് കിട്ടുന്ന വിളവിൽ നിന്ന് നിശ്ചിത വിഹിതം അള്ളാഹുവിനും നേർച്ചയാക്കും, ഔലിയാപ്പാക്കും അവരാരാധിക്കുന്ന ആരാധ്യ വസ്തുക്കൾ നേർച്ചയാക്കിയിരുന്നു. മൃഗങ്ങൾ പ്രസവിച്ചാൽ, പ്രത്യേകിച്ച് ഒട്ടകം ഫസ്റ്റ് 1 കുട്ടിയുണ്ടായാൽ, 2 കുട്ടിയുണ്ടായാൽ, 3 ഉണ്ടായാൽ, 3 ആണായാൽ 3, അങ്ങനെ പല കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് അവർ നേർച്ചയാക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ സൂറത്ത് അൻആമിലെ 136 ആയത്ത് മറിച്ചു വെക്കുക. അതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കാം? നേർച്ചണ്ടെന്ന് മാത്രമല്ല, അള്ളാഹുവിനും നേർച്ചയാക്കിയിട്ടുണ്ട്, അള്ളാഹു അല്ലാതെ അവർ ആരാധിക്കുന്ന ഔലിയാക്കൾക്കും നേർച്ചയാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരു കാര്യം അള്ളാഹ് സൂചിപ്പിച്ചു, അള്ളാഹുവിനെ നേർച്ചയാക്കിയതിൽ നിന്ന് വകുപ്പ് മാറ്റി ആർക്ക് കൊടുക്കും? ഫണ്ട് വകുപ്പ് മാറ്റി ചെലവഴിക്കില്ലേ? അതുപോലെ അള്ളാഹ്ക്കുള്ള ഫണ്ടാണ് നേർച്ച. ഇതിൽ നിന്ന് എടുത്തിട്ട് ആർക്ക് കൊടുക്കും? ഔലിയാക്കന്മാർക്ക് കൊടുക്കും. പക്ഷെ ഔലിയാക്കൾക്ക് നേർച്ചയാക്കിയതിൽ നിന്ന് ഒരു പൈസ പോലും ഇങ്ങോട്ട് മാറ്റൂല, ഇങ്ങോട്ട് അള്ളാഹ്ക്ക് മാറ്റി കൊടുക്കൂല. കാരണം എന്താ? അള്ളാഹിനേക്കാൾ വലിയ പേടിയായിരുന്ന ആർക്കാ? ഔലിയാക്കന്മാരാണ്. ഇതൊക്കെ ഈ ആയത്ത് പറയുന്നുണ്ട്, ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഇസ്ലാമിലുള്ള ഒട്ടുമിക്ക ആരാധനാകർമ്മങ്ങളും, പിന്നെ ധർമ്മം ചെയ്യുക, പാവപ്പെട്ടവനെ സഹായിക്കുക, പിന്നെ അതിഥികളെ സൽക്കരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അവർ. അത് പറയേണ്ട കാര്യമല്ല, അതിലൊക്കെ അവർ പേര് കേട്ട ആളുകളാണ്. അതുപോലെ തന്നെ എന്താണ്, അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച്, അയാൾ മുശ്രിക്കാണ്, നബിനോട് ചോദിക്കുകയാണ്, അബ്ദുല്ലാഹിബ്നു ജുദ്ആന്റെ അവൻ സ്വർഗത്ത് പോകോ? എന്താണ് ആയിഷ തന്നെ ചോദിക്കുന്നത്? ചോദിക്കാൻ കാരണം എന്താ? ഇയാള് ഭയങ്കര സാമൂഹിക സേവകനാണ്. ഇപ്പറഞ്ഞ കാര്യങ്ങൾ എല്ലാ പൊതുപ്രവർത്തനം, ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയ ആളാണ് അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ. അപ്പൊ നബി പറഞ്ഞു, ഒരിക്കൽ പോലും എന്റെ പാപം പുറത്തു തരണേ എന്ന് അവൻ പ്രാർത്ഥിച്ചിട്ടില്ല. ആരോട്? അള്ളാഹിനോട്. എന്ന് പറഞ്ഞാൽ തൗഹീദില്ലാട്ടോ. തൗഹീദില്ലാത്തത് കൊണ്ട് ഈ അമലിലൊന്നും ഒരു കാര്യം കിട്ടൂല എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ, നേരത്തെ പറഞ്ഞതിന് പുറമെ ഈ ജാതി എല്ലാ സേവന പ്രവർത്തനങ്ങളും അവർ ചെയ്യാറുണ്ടായിരുന്നു.
ഇതൊക്കെ ഉണ്ടായിട്ടും ഈ പറഞ്ഞതിൽ നിന്ന് എന്തിനാ അതൊക്കെ പറഞ്ഞത്? ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും യുദ്ധം ചെയ്തു? നമ്മളടക്കമുള്ള മുസ്ലിങ്ങളിൽ ഉള്ളതിനേക്കാൾ നല്ല നല്ല പ്രവർത്തനങ്ങൾ അവർ നടത്തിയത് എല്ലാം ഉണ്ട്. എന്താ പ്രശ്നം? അള്ളാഹിനോട് ദുആ ചെയ്യാത്തതാ? അല്ല. ദുആന്റെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മുടെ നാട്ടിലെ സമസ്തക്കാരൻ ഒറിജിനൽ സുന്നി എന്ന് പറയുന്നവൻ ചെയ്യുന്നതിനേക്കാൾ അത്യാപൽ ഘട്ടത്തിൽ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്തവരായിരുന്നു അവർ. ഇവിടെ ഇപ്പൊ ഈ മമ്പറത്ത് പാലം വരുന്നതിന് മുമ്പ് തോണിയായിരുന്നു അവിടെ, മമ്പറത്തങ്ങളെ ജാറത്തിന്റെ അവിടെ. ജാറത്തിലേക്ക് അങ്ങോട്ട് കടപെടുക്കും, തോണി മറിഞ്ഞിട്ട് ആൾക്കാർ മരിച്ചു. ആ തോണിയിലുണ്ടായിരുന്ന ആളുകൾ വിളിച്ചതാരെയാ? മമ്പറത്തങ്ങളെ. കാരണം തൊട്ടപ്പുറത്ത് മമ്പറത്തങ്ങളാണത്. എന്നാൽ അബൂജഹൽ എങ്ങാനും ബോട്ട് മറിഞ്ഞിരുന്നെങ്കിൽ, തോണി മറിഞ്ഞിട്ട് വീണാൽ അവിടെ ലാത്തനെ വിളിച്ചിട്ടില്ല. ആരെ വിളിച്ചത്? അള്ളാഹുവെ. അതുകൊണ്ടാണ് പൂർവികരായ ആളുകൾ പറഞ്ഞത്, സലഫികളായ പണ്ഡിതന്മാർ പറഞ്ഞത്, മക്കയിലെ മുശ്രിക്കുകളാണ് മുശ്രിക്കു സമാനിന, നമ്മുടെ കാലഘട്ടത്തിലെ മുശ്രിക്കുകളെക്കാൾ നല്ലവർ നബിന്റെ കാലഘട്ടത്തിലെ മുശ്രിക്കുകളായിരുന്നു. ഇപ്പറഞ്ഞ ഖുറൈശികൾ ചെയ്ത കാര്യങ്ങളൊക്കെ ആര് ചെയ്യുന്നുണ്ട്? ലോകത്തുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എവിടെ പിഴവ്? ഒറ്റ സംഗതിയുള്ളൂ. എന്താ? അള്ളാഹുവിന് ഇബാദത്ത് എടുത്തില്ല എന്നുള്ളതല്ല, അള്ളാഹുവിന് മാത്രമാക്കില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന് ദുആ ചെയ്തു, ഇപ്പറഞ്ഞ അമലൊക്കെ ചെയ്തു. പക്ഷെ അള്ളാഹുവിനോട് മാത്രമല്ല ദുആ ചെയ്തത്, ഇടക്കൊക്കെ വേറെ ആളുകൾക്കാക്കി. ഇടക്ക്. പക്ഷെ ഇന്നത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ മുസ്ലിം എന്ന് പറയുന്നവർ അതിനേക്കാൾ പ്രശ്നമുണ്ട്. അതെന്താ? മക്കയിലെ മുശ്രിക്ക് എപ്പോഴും ശിർക്ക് ചെയ്തിട്ടില്ല. ഓൻ കടലിൽ തീരെ ശിർക്ക് ചെയ്തിട്ടില്ല. വലിയ വലിയ പ്രശ്നം ഉണ്ടാകുമ്പോഴും ശിർക്ക് ചെയ്തിട്ടില്ല. പിന്നെ എപ്പോഴാ ശിർക്ക് ചെയ്യുന്നത്? ചെറിയ ചെറിയ കേസിൽ അള്ളാഹു അല്ലാത്തവർ ദുആ ചെയ്തു. ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, ഇടക്കിടക്ക് ശിർക്ക് ചെയ്തവരാണ് മക്കയിലെ അറബികൾ. എന്നാൽ നമ്മുടെ കാലഘട്ടത്തിലുള്ള ഖുബൂരികളായ ആളുകൾ രാവും പകലും ശിർക്ക് ചെയ്യുന്നവരാകുന്നു. എന്താ കാര്യം? എപ്പോഴും എന്റെ മനസ്സിൽ അള്ളാഹു അല്ല, ആരാളുള്ളത്? സിയമടവൂരോ അല്ലെങ്കിൽ അമ്പർത്ത തങ്ങളോ ഏതെങ്കിലും ഔലിയപ്പാപ്പായിരിക്കും. പിന്നെ എല്ലാ പ്രവാചകന്റെ കാലഘട്ടത്തിലുമുള്ള ശിർക്ക് ചെയ്ത ആളുകൾ ഔലിയാക്കന്മാരാക്കിയത് ആരെയാണ്? നല്ല നല്ല മനുഷ്യന്മാരെയാണ്. ഈ ബുഖാരി ഉദ്ധരിച്ച ഹദീസിലും നേരത്തെ പറഞ്ഞ ഹദീസുള്ളക്കാരാ സ്വാലിഹീൻ, നല്ല നല്ല ഇബാദത്തെടുത്ത് ജീവിച്ച ആളുകളെയാണ് എന്താക്കിയത്? ഔലിയപ്പാപ്പാരാക്കിയത്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ജാറങ്ങളുണ്ട്. അവിടെ ഉള്ള ഔലിയപ്പാപ്പന്മാരുടെ ക്വാളിറ്റി എന്താ? ഏതെങ്കിലും ഒരുത്തരം വല്ല ചിലതൊക്കെ ഉണ്ടാവും. ഭൂരിപക്ഷം എന്താ? നിസ്കരിക്കാത്ത, നോമ്പ് നോൽക്കാത്ത, നോമ്പ് നോറ്റവനെ ചായ കുടിപ്പിച്ച സിയമടവൂരിനെ പോലുള്ള ആള്, മയ്യത്ത് നിസ്കരിക്കുന്നിടത്ത് പോകാതെ പൊരേ കുത്തിരുന്നവൻ. എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. സിയമടവൂരിനെ ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ, ഒന്നിലധികം തവണ കണ്ടിട്ടുണ്ട്. കാരണം എന്റെ വല്യമ്മന്റെ തറവാട്ടിൽ ഇടക്കിടക്ക് വരികയായിരുന്നു. വല്യമ്മന്റെ അനിയത്തിന്റെ അമ്മന്റെ ഇളയമ്മന്റെ വീട്ടിലും അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കുട്ടി ഇളയമ്മന്റെ മകള് മരിച്ചിട്ട് പള്ളിയിലേക്ക് മയ്യത്തുണ്ടായി, ഇയാൾ അവിടെ കുത്തിയിരുന്നു പൊരയില്. ആൾക്കാർ നിസ്കരിക്കാൻ പോയി, ഉപരി പോയില്ല. അപ്പൊ ചായ കുടിപ്പിച്ചു, നോമ്പ് വെച്ചവനെ ചായ കുടിപ്പിച്ചത് ഓല എഴുതിയ പുസ്തകത്തിലുള്ളതാ. നിസ്കരിക്കാറുണ്ടായിരുന്നില്ല, ഓല ബുക്കിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ മുടി ജട കുത്തി, താടിയും മീശയും നീണ്ട്, ഇതിലെങ്ങനെ കേല ഒലിച്ച്, എണ്ണ തൊടാത്ത, ചീകാത്ത, കുളിക്കാത്ത, നഖത്തിൽ നിന്ന് ചേറ് നിറഞ്ഞു കിടക്കുന്ന അത്തരം ആളുകളാണ് എന്ത്? ഔലിയാക്കന്മാര്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എടുത്തുനിന്ന് മാവൂർക്ക് പോകുമ്പോ റഹ്മാനിയ സ്കൂള് അതിന്റെ ഇറക്കണ്ട്, മറ്റേ ബദിരമോഹ വിദ്യാലയം, അതിന്റെ സൈഡിൽ ഒരു മരത്തിന്റെ കൂട് കാണും, ഇങ്ങനെ വട്ടത്തിൽ, ഈ പോലീസ് ഹെഡ് പോസ്റ്റ് പോലെ, ട്രാഫിക്കിന്റെ കൂട് പോലെ. അവിടെ ഒരു ഔലിയ ഉണ്ടായിരുന്നു. നായിട്ട് ഇങ്ങനെ താടി പിടിച്ചിട്ട് ഇങ്ങനെ അറപ്പ് തോന്നും. ഒരു നൂലും അയാളെ മേലുണ്ടാവില്ല. ഞാൻ കണ്ടതാ. മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള ആ ഇറക്കത്തിലുള്ള ഒരു ഈക്കപ്പള്ളിന്റെ അവിടെ ഒരു ദിവസം നിസ്കരിക്കാൻ കയറിയപ്പോ ഒതു എടുത്ത് ഒലിച്ചു പോകുന്ന വെള്ളം, ചാലുള്ള വെള്ളം മുക്കിയിട്ട് മുപ്പര് മേലൊക്കെ ഇതാക്കുകയും കുടിക്കുകയും ചെയ്യുന്നുണ്ട്. ആൾക്കാർ തുപ്പിയൊലിക്കുന്ന വെള്ളം. ഒരു നൂല് അയാളെ മേലില്ല, ഒരു നൂല് പോലും ഇല്ല, ഒന്നും എടുക്കാത്തൊരു മനുഷ്യൻ. അപ്പൊ അന്വേഷണം പറഞ്ഞു ഇയാൾ ഔലിയാണ്. അയാൾക്കെന്തൊരു പേരുണ്ട്. ഈ ജാതി മനുഷ്യന്മാരെയാണ് ഇന്ന് ഔലിയാക്കന്മാരാക്കി വെച്ചത്. എന്നാൽ ജാഹിലിയത്തിലെ അറബികൾ ആരും ഈ ജാതി ഭ്രാന്തന്മാരെയോ നിസ്കരിക്കാത്തവരെയോ നോമ്പേൽക്കാത്തവരെയായ ഒരു മനുഷ്യന്മാരെയും പ്രാർത്ഥിച്ചിട്ടില്ല, ഔലിയാക്കന്മാരാക്കിയിട്ടില്ല. അപ്പൊ ആരാ മെച്ചം? അപ്പോ ഇത് ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിപ്പോ വലിയൊരു വിഷയമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മാത്രം മുസ്ലിം ആകുമോ? നിസ്കരിച്ചുകൊണ്ട് മുസ്ലിം ആകുമോ? ഇല്ല. അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്നവനെ മുസ്ലിം ആവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഷെയ്ഖ് പറഞ്ഞത്, മുഹമ്മദ് നബിയെ അള്ളാഹു നിയോഗിച്ചത് ഇബാദത്തെടുക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന, സദഖ കൊടുക്കുന്ന, ദിക്ർ ചെല്ലുന്ന ആളുകളിലേക്കാണ്. ഒരു എന്താ കുഴപ്പം? അള്ളാഹുവിനോടും പ്രാർത്ഥിച്ചു, അള്ളാഹു അല്ലാത്തവരും പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ബാക്കിയൊക്കെ ബാത്തിലായി. അപ്പൊ ഒരു എല്ലാ കൊല്ലവും ഹജ്ജിനും ഉംറക്കും പോയിട്ടും സക്കാത്തൊക്കെ കൊടുത്തിട്ടും കാര്യമല്ല, പള്ളിയിൽ നിന്നീറ്റ് പോകാതെ ഇവിടെ തന്നെ കുത്തിയിട്ടും കാര്യമല്ല. ഇത് കഴിഞ്ഞിട്ട് ജാറത്തിലേക്കാണ് പോണത്. പോണ്ട. ഈ ഇരിക്കുമ്പം തന്നെ അബ്ദുൽ ഖാദർ ജീലാനി അല്ലെങ്കിൽ ബദരീങ്ങള് അള്ളാഹുവിനെ പോലെ സഹായം